ത്രിയേക ദൈവത്തിൻ്റെ ധന്യ തിരുനാമം അനുഗ്രഹീതമായ ഈ നല്ല രാത്രി സമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അസംബ്ലീസ് ഓഫ് ഗോഡ് കായംകുളം ദൈവസഭയും അസംബ്ലീസ് ഓഫ് ഗോഡ് മലയാളം ഡിസ്ട്രിക്റ്റിൻ്റെ സുവിശേഷ വിഭാഗമായ ഇവാഞ്ചലിസം ഡിപ്പാർട്ട്മെന്റും ചേർന്ന് ഒരുക്കിയ ഈ മുറ്റത്ത് കൺവെൻഷനിൽ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായി നിൽപ്പാൻ സർവകൃപാലുവായ ദൈവം ഇങ്ങനെ ഒരു അവസരം ഒരുക്കിയതോർത്ത് കർത്താവിന് മുഴു മഹത്വം അർപ്പിക്കുന്നു. ഇന്ന് ഈ ശുശ്രൂഷയുടെ അധ്യക്ഷനായിരിക്കുന്ന ഞാൻ ക്രിസ്തുവിലേറെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ സന്തോഷ് ജോൺ അവർകൾ, അതോടൊപ്പം തന്നെ ഇവാഞ്ചലിസം ഡിപ്പാർട്ട്മെന്റിന് അനുഗ്രഹീതമായ നേതൃത്വം നൽകുന്ന ഞങ്ങളുടെ പ്രിയ ഡയറക്ടർ പാസ്റ്റർ ജെ ജോൺസൺ അവർകൾ, അതോടൊപ്പം തന്നെ ഈ ടീമിൽ വളരെ അനുഗ്രഹീതമായ നിലയിൽ വ്യത്യസ്തമായ ശുശ്രൂഷകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കർത്താവിന്റെ വിലപ്പെട്ട ദാസന്മാർ പലരും ഇന്ന് രാത്രി ഈ വേദിയിലുണ്ട്. വിശേഷാൽ അവരെ എല്ലാവരെയും ഒറ്റ വാക്കിൽ വന്ദനം ചൊല്ലുന്നു. സദസ്സിലായിരിക്കുന്ന കർത്താവിന്റെ വിലപ്പെട്ട ദാസന്മാർ, ദാസിമാർ, ദൈവമക്കൾ, വിശേഷാൽ ഈ വാത്സല്യ ഭവനത്തിലെ പ്രിയ ബിജു ബ്രദർ, തൻ്റെ കുടുംബം, എല്ലാവരെയും ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്ത് വിശേഷാലുള്ള വന്ദനവും ഇന്ന് രാത്രിയിലത്തെ ശുശ്രൂഷയ്ക്കായുള്ള ഒരുക്കത്തിനുമായി നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. കരങ്ങൾ ഉയർത്തിയൊന്ന് കർത്താവിനെ സ്തോത്രം ചെയ്യാമോ? ശക്തിയോടെ കർത്താവിനെ സ്തുതിച്ചാട്ടും. ഈ ഭവനം ഇങ്ങനെ ഒരു ക്രമീകരണം ചെയ്തത് ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, വരുന്ന ദിവസങ്ങളിൽ ഈ ഭവനത്തിൽ ഒരു വിവാഹ ശുശ്രൂഷ നടക്കാൻ പോവുകയാണ്. ഇങ്ങനെ മനോഹരമായൊരു പന്തലിന്റെ തണലിൽ ഇരുന്നു കൊണ്ട് സുവിശേഷം കേൾക്കുവാൻ ഇങ്ങനെ ഒരു അവസരം ഈ ദേശത്തിന് ദൈവം ഒരുക്കിയത് ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ചില വർഷങ്ങൾക്ക് മുമ്പ് പ്രിയ സന്തോഷ് ജോൺ പാസ്റ്റർ പറഞ്ഞതുപോലെ, ജീവിതത്തിൽ ഒരിക്കൽ പോലും മുമ്പോട്ട് പോകാൻ കഴിയത്തില്ല എന്ന് വിചാരിച്ച് ആത്മഹത്യക്ക് വേണ്ടി ഒരുങ്ങിയ ഒരു കുടുംബത്തിലെ മൂത്ത മകനെ ഇങ്ങനെ സുവിശേഷത്തിന് വേണ്ടി ഒരുക്കിയതിന്റെ പിന്നിലുള്ള ഒരു കാരണം ഇതേപോലെയുള്ള സുവിശേഷ യോഗങ്ങളാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു, ഈ ക്രമീകരിച്ചിരിക്കുന്ന ഈ സുവിശേഷ മഹായോഗം ദേശത്തെ ഏതൊക്കെയോ കുടുംബങ്ങൾക്ക് ഒരു വലിയ വിടുതലായി മാറാൻ പോവുകയാണ്. അത് വിശ്വസിക്കുന്നവർ കരമുയർത്തി കർത്താവിനെ ശക്തിയോടെ സ്തോത്രം ചെയ്താട്ട്. ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്, പ്രിയ സന്തോഷ് ജോൺ പാസ്റ്റർ എന്റെ ഭവനത്തിൽ കടന്നു വന്ന് അന്നത്തെ ആ പ്രത്യേകമായ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് ദൈവസന്നിധിയിൽ നന്ദിയോടെ ഓർക്കുകയാണ്. ഇന്ന് നൽകിയ നല്ല കൂട്ടായ്മയ്ക്ക് ഒരിക്കൽ കൂടി കർത്താവിന് സ്തോത്രം ചെയ്തുകൊണ്ട് ഇന്ന് രാത്രിയിലത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു വേദഭാഗം നമുക്ക് വളരെ വേഗത്തിൽ വായിക്കാം. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം അതിന്റെ 15-ാം അധ്യായം 24-ാമത്തെ വാക്യമാണ് നാം ഒരുമിച്ച് ഇന്ന് രാത്രി ചിന്തിക്കാനായി പോകുന്നത്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 24-ാമത്തെ വാക്യം. ഈ എന്റെ മകൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു, കാണാതെ പോയിരുന്നു, കണ്ടു കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ ആനന്ദിച്ചു തുടങ്ങി. മതി. ഇന്ന് രാത്രി നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ പരിശുദ്ധാത്മാവ് എന്റെ ഹൃദയത്തിൽ പ്രകാശനമായി നൽകിയ ഒരു തിരുവചന ഭാഗമാണ് വായിച്ച് കേൾപ്പിച്ചത്. വിശുദ്ധ ബൈബിൾ നമ്മൾ പഠിക്കുമ്പോൾ അനുഗ്രഹീതമായ 4 സുവിശേഷങ്ങളെയാണ് കാണാൻ കഴിയുന്നത്. അതിൽ ഇന്ന് രാത്രി നാം വായിച്ച് കേട്ട സുവിശേഷം വൈദ്യനായ ലൂക്കോസ് യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വം ആഴമായി വിവരിച്ചുകൊണ്ട് യേശുക്രിസ്തുവിന്റെ പ്രവർത്തികളെ വ്യക്തമായി വിവരിച്ചിരിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട സുവിശേഷമാണ് ലൂക്കോസിന്റെ സുവിശേഷം എന്ന് പറയുന്നത്. ഈ സുവിശേഷത്തെ പ്രാർത്ഥനയുടെ സുവിശേഷം എന്ന നിലയിൽ നമുക്ക് മനസ്സിലാക്കാനായി കഴിയും. അതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത്, ഈ സുവിശേഷത്തിൽ
ഒത്തിരി പ്രാർത്ഥനകളെ നമുക്ക് കാണുവാൻ കഴിയും. പ്രത്യേകാൽ യേശു പഠിപ്പിച്ച പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ മറ്റു സുവിശേഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി യേശു ശിഷ്യന്മാരെ പ്രാർത്ഥന പഠിപ്പിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതോടൊപ്പം തന്നെ മടുത്തുപോകാതെ പ്രാർത്ഥിക്കുക എന്നുള്ള ആഹ്വാനം നൽകുന്ന വേദ ഭാഗങ്ങൾ നമുക്ക് ഈ സുവിശേഷത്തിൽ കാണാൻ കഴിയും. എന്നാൽ അതിലുപരിയായി യേശു ക്രിസ്തുവിനെ മനുഷ്യനായി ചിത്രീകരിച്ചിരിക്കുന്ന, വളരെ വ്യക്തമായി യേശുവിന്റെ മനുഷ്യത്വം വിവരിച്ചിരിക്കുന്ന ഈ സുവിശേഷത്തിൽ മറ്റു സുവിശേഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി യേശു എന്നെ പോലെ ഒരു മനുഷ്യനായിരുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യം വിളിച്ചു പറയുകയാണ്. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഞാനും നിങ്ങൾ ഇവിടെ വന്നിരിക്കുമ്പോൾ എന്റെ സ്നേഹിതന്മാരായ കർത്താവിന്റെ ദാസന്മാർ ആരാധന നയിച്ചപ്പോഴെല്ലാം പറഞ്ഞത്, പ്രത്യേകിച്ച് കർത്താവിന്റെ ദാസന്മാരെല്ലാം പറഞ്ഞത്, വേദനയോടെ വന്നവരെ ഇന്ന് രാത്രി കർത്താവ് സൗഖ്യമാക്കുമെന്നാണ്. അതിന്റെ കാരണം, ഞാൻ ഇവിടെ നിൽക്കുന്നതിന് മുമ്പേ 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു ഈ താണലോകത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ യേശു മനുഷ്യനായി എന്ന് പറയുന്ന ആ ആത്മീയ സത്യത്തെ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു വലിയ സമൂഹം നമ്മുടെ ചുറ്റുമുണ്ട്. എന്നാൽ ഞാൻ വിളിച്ചു പറയട്ടെ, ഞാനും നിങ്ങളും ആരാധിക്കുന്ന കർത്താവ് അവൻ മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ എന്തിനാണ് മനുഷ്യനായത്? എന്റെ വേദനകളെ അറിയുവാൻ അവൻ മനുഷ്യനായി വന്നു. അങ്ങനെയെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം ഇതാണ്, ഈ മഹായോഗം ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വേദനിച്ചു കൊണ്ടിരിക്കുന്ന ചിലതിനെ കർത്താവ് ഇന്ന് രാത്രി സൗഖ്യമാക്കാൻ പോകുകയാണ്. കാരണം എനിക്ക് മുമ്പേ അവൻ മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ മനുഷ്യന്റെ സകല വേദനകളും മനസ്സിലാക്കിയ ഒരേ ഒരു ദൈവമുണ്ടെങ്കിൽ അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു കർത്താവാണ്. എന്ന് പറഞ്ഞാൽ ഈ ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ യേശുവിനെ ഒരു മനുഷ്യനായി ചിത്രീകരിച്ചിരിക്കുമ്പോൾ അതിന്റെ ആവശ്യം എന്താണ് എന്ന് ചോദിച്ചാൽ, യേശു ഈ ഭൂമിയിൽ വന്നതിന്റെ പരമപ്രധാനമായ ലക്ഷ്യത്തിലേക്ക് പോകുമ്പോൾ യേശു മനുഷ്യന്റെ വേദനകളെ മനസ്സിലാക്കുവാൻ അവൻ മനുഷ്യനായി വിളങ്ങി. ഇന്ന് രാത്രി ഞാൻ സംസാരിക്കുന്ന വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിലേക്ക് നാം വന്നാൽ യേശുവിന്റെ ജനനത്തിന് തൊട്ടു മുമ്പുള്ള കാര്യങ്ങളാണ് അവിടെ എഴുതിയിരിക്കുന്നത്. 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യേശുവിന്റെ ജനനത്തെ കുറിച്ച് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യേശുവിന്റെ ശുശ്രൂഷയ്ക്ക് മുമ്പായി ഈ ഭൂമിയിലേക്ക് അയച്ച യോഹന്നാൻ സ്നാപകന്റെ ശുശ്രൂഷ അവിടെ ആരംഭിക്കുകയാണ്. 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യേശു ഈ ഭൂമിയിൽ പരീക്ഷിക്കപ്പെടുന്ന ഒരു സാഹചര്യം വെളിപ്പെടുകയാണ്. 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യേശു ശിഷ്യന്മാരെ വിളിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു അനുഭവം അവിടെ ഉണ്ടാകുകയാണ്. അങ്ങനെ ഓരോ അധ്യായങ്ങളിലും വ്യക്തമായ ദൈവിക ഉദ്ദേശത്തോടുകൂടെ ഓരോ അനുഭവങ്ങളും വൈദ്യനായ ലൂക്കോസ് എഴുതി വെച്ച് 15-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ യേശു എന്തിനാണ് വന്നത് എന്നതിന്റെ പരമപ്രധാനമായ ഉദ്ദേശം അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. എന്താണ് അതിന്റെ ഉദ്ദേശം എന്നുള്ളത് നമുക്ക് താഴോട്ടുള്ള വാക്യങ്ങളിൽ കാണാൻ കഴിയും. നാം വായിച്ച ആ വാക്യത്തിലേക്ക് ഒന്ന് വന്നാൽ നമുക്ക് കാണാൻ കഴിയുന്ന സത്യം ഇതാണ്. ആ വാക്യം ഒന്നും കൂടെ വായിച്ച് എന്നെ കേൾപ്പിക്കുക ദയവായി. മൈക്കിലൂടെ ആ വാക്യം കർത്താവിന്റെ ദാസൻ വായിച്ച് കേൾപ്പിക്കും. അന്നേരം നിങ്ങൾക്കത് വ്യക്തമായി കേൾക്കാൻ കഴിയും. ലൂക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 24-ാമത്തെ വാക്യമാണ്. വായിക്കാം. പെട്ടെന്ന്. ഈ എന്റെ മകൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു, കാണാതെ പോയിരുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ ആനന്ദിച്ചു തുടങ്ങി. എന്ന് പറഞ്ഞാൽ ഈ സുവിശേഷത്തിന്റെ പരമപ്രധാനമായ ലക്ഷ്യമെന്ന് പറയുന്നത് കാണാതെ പോയതിനെ കണ്ടുകിട്ടുക എന്നുള്ളതാണ്. കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തോത്രം പറയാമോ? എന്തിനാണ് ഇങ്ങനെ ഒരു ശബ്ദ ക്രമീകരണത്തോടുകൂടെ ഈ വീടിന്റെ മുറ്റത്ത് ഇങ്ങനെ ഒരു ക്രമീകരണം ചെയ്തത് എന്ന് ചോദിച്ചാൽ ഞാൻ പറയാം, കാണാതെ പോയ ചിലതുണ്ട്, അതിനെ കണ്ടുകിട്ടുന്ന രാത്രിയാണ് എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. അത് വിശ്വസിക്കുന്നവർ കരമുയർത്തി പിടിച്ച് കർത്താവിനെ ഒന്ന് സ്തോത്രം ചെയ്താട്ട്. അത് മാത്രമല്ല, കാണാതെ പോയി എന്ന് പറയുമ്പോൾ തന്നെ അവിടെ മറ്റൊരു ഭാഗം കൂടെ വിവരിക്കുകയാണ്. അതിന്റെ 1-ാം ഭാഗം പറയുന്നത് എന്റെ മകൻ ആരായിരുന്നു? മരിച്ചവനായിരുന്നു. എന്നാൽ ഇപ്പോൾ എന്താ സംഭവിച്ചത്? വീണ്ടും ജനിച്ചു, വീണ്ടും ജീവിച്ചിരിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഈ 2 വാക്യങ്ങൾ നാം ഒന്ന് ചേർത്ത് പഠിച്ചാൽ ഒരു മകൻ മരണപ്പെടുന്ന അവസ്ഥയും
കാണാതെ പോയ അവസ്ഥ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഈ സംഭവം ഞാൻ വിവരിക്കുന്നതിന് മുമ്പ് ഈ 15-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. നിങ്ങൾ എല്ലാവരും എൻ്റെ കൂടെ വരണം. പ്രാരംഭത്തിൽ ഇവിടെ വന്നിരിക്കുന്ന ദൈവമക്കളോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞ് ദേശത്തോട് സുവിശേഷം അറിയിച്ച് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാനാണ് ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. ഈ 15-ാം അധ്യായം 24-ാം വാക്യത്തിൽ മകൻ മരിച്ചതിനെ കുറിച്ച് പറഞ്ഞിട്ട് അവനെ ദൈവം വീണ്ടും ജീവിപ്പിക്കുന്ന ഒരു അനുഭവത്തെ കുറിച്ച് പറയുന്നു. ഇത് പറയുന്നതിന് മുമ്പ് 15-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം നാം ഒന്ന് മനസ്സിലാക്കണം. അവിടെയാണ് നാം ഇന്ന് രാത്രി ചിന്തിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട വിഷയം കിടക്കുന്നത്. 15-ന്റെ 1-ാമത്തെ വാക്യം വേഗത്തിൽ വായിക്കാം. ചുങ്കക്കാരും പാപികളും 15-ന്റെ 1 മുതൽ വായിക്കുമ്പോൾ തന്നെ അതിന്റെ 11 മുതലുള്ള വാക്യമാണ് നമുക്ക് പ്രധാനമായി ഇന്ന് രാത്രി ചിന്തിക്കേണ്ടത്. സമയത്തിന്റെ പരിമിതി കൊണ്ട് അതിന്റെ 11-ാമത്തെ വാക്യം പ്രാരംഭത്തിൽ വായിക്കാം. വായിച്ചാട്ടെ. പിന്നെയും അവൻ പറഞ്ഞത്, ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. ശ്രദ്ധിച്ചു കേൾക്കണേ, ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. ഇവിടെ നിന്നാണ് ഈ ദൈവവചനം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ചു കേൾക്കുക. ഈ വാക്യം തുടങ്ങുന്നത് പിന്നെയും അവൻ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. ശ്രദ്ധിക്കണേ, ഒരു മനുഷ്യന് എത്ര പുത്രന്മാരുണ്ടായിരുന്നു? 2 പുത്രന്മാർ. ഈ വിഷയം ഞാൻ സംസാരിക്കുന്നതിന് മുമ്പ് ഇവിടെ ഒരു മനുഷ്യൻ എന്ന് പറയുന്ന ഒരു പദപ്രയോഗമുണ്ട്. ഒരു മനുഷ്യൻ. വിശുദ്ധ വേദപുസ്തകത്തിൽ മനുഷ്യൻ എന്ന് പറയുന്ന വാക്ക് നമുക്ക് ആവർത്തിച്ച് കാണുവാൻ കഴിയും. ഞാൻ പ്രാരംഭത്തിൽ ഈ മനുഷ്യനെ കുറിച്ചൊന്ന് പറയാൻ പോകുക. ഇവിടെ മനുഷ്യന്റെ പേര് രേഖപ്പെടുത്തിയില്ല എങ്കിലും വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്ന മനുഷ്യനെ കുറിച്ച് വേഗത്തിൽ ഒന്ന് പറഞ്ഞ് വിഷയത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിന്റെ 26-ാം വാക്യം വായിക്കുമ്പോൾ, അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിലും സ്വാദർശത്തിലും ആരെ ഉണ്ടാക്കുക? മനുഷ്യനെ ഉണ്ടാക്കുക. വിശുദ്ധ ബൈബിളിൽ ആദ്യമായി മനുഷ്യനെ ഉണ്ടാക്കുന്ന കാര്യത്തെ കുറിച്ച് അവിടെ പറയുകയാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം പറയുന്നത്, ആദിയിൽ ദൈവം എന്ത് ചെയ്തു? ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഈ ഭൂമി സൃഷ്ടിച്ചു എന്ന് ദൈവം പറഞ്ഞിട്ട് താഴോട്ടുള്ള വാക്യങ്ങൾ പറയുന്നത് ഭൂമി പാഴായും ശൂന്യമായിരുന്നു. നിങ്ങൾ ശ്രദ്ധിക്കണേ, അഖിലാണ്ടത്തെ മുഴുവനും ദൈവം ഒരൊറ്റ വാക്കുകൊണ്ട് ഉണ്ടാക്കുകയാണ്. ഒറ്റ വാക്കുകൊണ്ട് ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ ഇതിനെ അംഗീകരിക്കാത്ത ഒരു കൂട്ടം ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇതിനെ ബിഗ് ബാങ് തിയറി എന്നും പരിണാമ സിദ്ധാന്തം എന്നും ഒക്കെ പറഞ്ഞ് പലരും ആ നിലയിൽ ദൈവത്തിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ ഇവിടെ വേദപുസ്തകം വ്യക്തമായി വിളിച്ചു പറയുന്ന, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. കരമുയർത്തി ഒന്ന് സ്തോത്രം പറയാമോ? ആരാണ് സൃഷ്ടിച്ചത്? ആരാണ് സൃഷ്ടിച്ചത്? ഞാൻ ഇന്ന് രാത്രി ഇവിടെ ഉറക്കെ വിളിച്ചു പറയുകയാണ്, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച സർവശക്തനായ ഒരു ദൈവമുണ്ട്. കരമുയർത്തി ഒന്ന് സ്തോത്രം പറയണേ. സൃഷ്ടിച്ചവനായ ദൈവം. അത് നിങ്ങൾ ഇന്ന് രാത്രി വ്യക്തമായി മനസ്സിലാക്കണം. എങ്ങനെയാണ് സൃഷ്ടിച്ചത്? വേദപുസ്തകത്തിന്റെ ഒരു തെളിവും കൂടെ ഞാൻ പറയാം. ശൂന്യതയിൽ നിന്ന് സകലത്തെയും ദൈവം ഉണ്ടാക്കി. എബ്രായ ഭാഷയിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഭാറ എന്ന് പറയുന്ന ഒരു പദമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ശൂന്യതയിൽ നിന്ന് ഉണ്ടാകട്ടെ, ഉളവാകട്ടെ എന്ന് സർവശക്തനായ ദൈവം പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ഈ കാണപ്പെടുന്ന പ്രപഞ്ചത്തെ ദൈവം ഒറ്റ വാക്കുകൊണ്ടുണ്ടാക്കി. അങ്ങനെയാണെങ്കിൽ ഞാനൊരു ദൂത് വേഗത്തിൽ നിങ്ങളോട് പറയട്ടെ, ഒരൊറ്റ വാക്കുകൊണ്ട് ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കിയ ദൈവത്തിന് ഒരൊറ്റ സെക്കൻഡ് മതി എന്റെ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ. വിശ്വസിക്കുന്നവർ ഒന്ന് കരമുയർത്തി പിടിച്ചൊന്ന് സ്തോത്രം പറഞ്ഞാട്ട് ഒരൊറ്റ വാക്കുകൊണ്ട് നിങ്ങളൊന്ന് നോക്കിക്ക. ഇത്ര മനോഹരമായ പ്രപഞ്ചത്തെ ദൈവം തന്റെ ഒറ്റ വാക്കുകൊണ്ട് ഉണ്ടാക്കിയെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഈ ദേശത്തോട് ഞങ്ങൾ വിളിച്ചു പറയുന്നു, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. അതിന്റെ കാരണം എന്ന് പറയുന്നത് ശൂന്യതയിൽ നിന്ന് സകലത്തെയും ദൈവത്തിന് ഉളവാക്കാൻ കഴിയും. ഒരു നല്ലൊരു ആമേൻ പറയാമോ ദൈവമക്കളെ? ഇന്ന് രാത്രി ഇവിടെ വന്നിരിക്കുന്ന സകല പ്രിയപ്പെട്ടവരും ഒരു കാര്യം തിരിച്ചറിയണം, എന്റെ ദൈവത്തിന് കഴിയാത്തതായി ഒന്നുമില്ല. കാരണം ഈ പ്രപഞ്ചത്തെ ദൈവം ഉണ്ടാക്കിയത് ഒരൊറ്റ വാക്കുകൊണ്ടാണെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു ഒരു വാക്ക് പോലും പറയണ്ട. ദൈവത്തിന്റെ ഹൃദയം ഒന്ന് ഇന്ന് രാത്രി ഒന്ന് ചലിച്ചാ മതി, നിന്റെ വീടിന്റെ അന്തരീക്ഷത്തെ സ്വർഗത്തിലെ ദൈവം മാറ്റും. ഞാൻ ആത്മനിറവോടെ വിളിച്ചു പറയുന്നു, ഈ സുവിശേഷ മഹായോഗം ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് വേണ്ടി ആര്
കരുതും. എൻ്റെ വീട്ടിൽ അതിനു വേണ്ടി ആര് വരുമെന്ന് ചോദിക്കുന്ന ചിലരോട് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു, ഈ അഖിലാണ്ടത്തെ മുഴുവൻ ഒറ്റ വാക്കുകൊണ്ട് ഉളവാക്കിയ ദൈവത്തിന് ഒരൊറ്റ സെക്കൻഡ് മതി നിന്റെ ജീവിതം മാറ്റിമറിക്കുവാൻ. വിശ്വസിക്കുന്നവർ കരമുയർത്തി പിടിച്ച് ഒരിക്കൽ കൂടി സ്തോത്രം പറഞ്ഞോട്ട്. അന്നേരം ദൈവം ഈ സകല പ്രപഞ്ചത്തെയും സൃഷ്ടിച്ചു എന്നുള്ള വാക്കോടുകൂടെ അപ്പൊ ഞാൻ ഈ തിരുവചനം പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കിയ ഒരു കാര്യം, ദൈവത്തിന്റെ സൃഷ്ടിപ്പിന്റെ പൂർണ്ണ വിവരം ഒറ്റ വാക്കിനകത്ത് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുക. എന്ന് പറഞ്ഞാൽ ഒത്തിരി എക്സ്പ്ലനേഷൻ ആവശ്യമില്ല. ഇന്ന് കാണപ്പെടുന്ന സകലത്തെയും ദൈവം സൃഷ്ടിച്ചു എന്നുള്ള ഒരു യാഥാർത്ഥ്യം. അതിനുശേഷം താഴോട്ട് വരുമ്പോൾ ദൈവത്തിന്റെ സൃഷ്ടിപ്പിന്റെ വ്യത്യസ്തമായ വിവരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം എന്ത് ചെയ്തു? കൽപ്പിച്ചു. വെളിച്ചമുണ്ടായി. സകലതും ദൈവം സൃഷ്ടിച്ചിട്ട് പറഞ്ഞൊരു പദമാണ് നന്നായി എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ കാണപ്പെടുന്ന സകലത്തെയും ദൈവം സൃഷ്ടിച്ച് മനുഷ്യന്റെ മുമ്പിലേക്ക് കൊണ്ടു നിർത്തുമ്പോൾ സകലതും നന്നായി എന്ന് പറഞ്ഞ ഒരു ദൈവം. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ. എന്നാൽ 1-ാം അധ്യായം അതിന്റെ 26-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ മനുഷ്യനെ കുറിച്ച് അവിടെ പറയുകയാണ്. ആ വാക്യം ഒന്ന് വായിച്ച് ചില കാര്യങ്ങൾ അവിടെ നിന്ന് പറഞ്ഞിട്ട് വായിച്ച് കുറിവാക്യത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. 1-ാം അധ്യായം അതിന്റെ 26-ാമത്തെ വാക്യം ഒന്ന് വായിച്ച് എന്നെ സഹായിച്ചാലും. അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചേ, ബാക്കിയുള്ള സൃഷ്ടിപ്പ് മുഴുവനും ദൈവത്തിന്റെ വാക്കുകളിലൂടെ സംഭവിച്ചപ്പോൾ മനുഷ്യന്റെ കാര്യം വന്നപ്പോൾ ദൈവം അങ്ങനെ ഒരു വാക്കുകൊണ്ട് കാര്യം തീർത്തില്ല. ഒരു നല്ലൊരു ആമേൻ പറയാമോ? സ്തോത്രം. നിങ്ങൾ അത് ശ്രദ്ധിച്ചു മനസ്സിലാക്കണം. ദൈവത്തിന്റെ സൃഷ്ടിപ്പിനകത്ത് ദൈവത്തിന്റെ വാക്കിന് പ്രസക്തി ഉള്ളപ്പോൾ തന്നെ 1-ാം അധ്യായം 26-ാം വാക്യത്തിലേക്ക് വന്നപ്പോൾ ദൈവത്തിന് മനുഷ്യനോടുള്ള ബന്ധത്തിൽ ആ സൃഷ്ടിപ്പിന് വ്യത്യസ്തമായ ഒരു ഭാവമുണ്ടായിരുന്നു. ഇവിടെ ദൈവം പറയുകയാണ്, നാം നമ്മുടെ സ്വരൂപത്തിലും നമ്മുടെ സാദൃശ്യത്തിലും ആരെ ഉണ്ടാക്കുക? മനുഷ്യനെ ഉണ്ടാക്കുക. കരം ഉയർത്തി ഒന്ന് ദൈവത്തിന് മഹത്വം കൊടുക്കാമോ? ഇടയ്ക്കിടയ്ക്ക് കരം ഉയർത്തുക എന്നൊക്കെ പറയുന്നത് തന്നെ അത്ര ഉചിതമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ ഇത്രയും ദൈവമക്കൾ ഈ മുറ്റത്തിരുന്ന് കർത്താവിനെ സ്തുതിക്കുമ്പോൾ ഒരു കാര്യം ഞാൻ തിരിച്ചറിയുന്നു, ഈ ദേശത്തിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവൃത്തി ഇന്ന് രാത്രി ഇവിടെ അലയടിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ അത് ആത്മാവിൽ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. ഈ രാത്രി സ്വർഗം ചില ജീവിതങ്ങളെ വിടുവിക്കുവാനായി അവന്റെ ആത്മാവിന്റെ പ്രവൃത്തി ദേശത്ത് അയച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവജനം ഒരുമിച്ച് ദൈവത്തിന് സ്തുതി പാടണം. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണേ. 1-ാം അധ്യായം അതിന്റെ 26-ാം വാക്യത്തിലേക്ക് വന്നപ്പോൾ മനുഷ്യനെ ദൈവം തന്റെ സ്വരൂപത്തിലും സ്വാദൃശ്യത്തിലും സൃഷ്ടിച്ചു. നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മുടെ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഈ മനുഷ്യന്റെ സൃഷ്ടിപ്പ് എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കണം. ദൈവശാസ്ത്രത്തിൽ ഇതിനെ 3 തരത്തിൽ വ്യാഖ്യാനിക്കുന്നവരുണ്ട്. ആ വ്യാഖ്യാനം ഇന്ന് രാത്രി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും ഇതിനെ ഫങ്ഷണൽ വ്യൂവിൽ ചിന്തിക്കുന്നവരുണ്ട്, റിലേഷണൽ വ്യൂവിൽ ചിന്തിക്കുന്നവരുണ്ട്. അതോടൊപ്പം തന്നെ സ്വർഗത്തിന്റെ പ്രതിമയായി മനുഷ്യനെ എന്ന് പറഞ്ഞാൽ ദൈവം ഈ ഭൂമിയിൽ മനുഷ്യനെ ആക്കുമ്പോൾ ദൈവത്തിന്റെ തേജസ്സും ബഹുമാനവും മനുഷ്യനെ അണിയിച്ചു. ആ വാക്യം കൂടെ ചേർത്ത് വായിക്കേണ്ടത് ആവശ്യമായിരുന്നെങ്കിലും ദൈവത്തിന് മനുഷ്യനോടുള്ള ബന്ധത്തിൽ മറ്റ് സൃഷ്ടികളെക്കാൾ അപ്പുറമായി 2 കാര്യം കൂടെ മനുഷ്യന് കൊടുത്തു. 1 തേജസ്സും, 2 ബഹുമാനവും. നിങ്ങൾ ശ്രദ്ധിച്ചേ, സ്വരൂപവും സാദൃശ്യവും തേജസ്സും ബഹുമാനം നിറഞ്ഞവനാണ് ആര്? മനുഷ്യൻ. സ്തോത്രം. എന്ന് പറഞ്ഞാൽ മനുഷ്യനെ അത്രമാത്രം ദൈവം സ്നേഹിച്ചു. മറ്റുള്ള സൃഷ്ടിയിൽ നിന്ന് മനുഷ്യന് അത്രമാത്രം ബഹുമാനം കൊടുത്തു. ദൂതന്മാരെക്കാൾ അല്പം താഴ്ത്തി. വചനം അറിയാവുന്നത് കൊണ്ട് വളരെ വേഗത്തിൽ ഞാൻ അതൊക്കെ പറഞ്ഞു വിടുക. അന്നേരം നോക്കിക്കേ, തേജസ്സുണ്ട്, ബഹുമാനമുണ്ട്, സ്വരൂപമുണ്ട്, സാദൃശ്യമുണ്ട്. അങ്ങനെയാണ് ഈ ഭൂമിയിൽ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത്. ഇന്ദിരാ പ്രിയനെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആരെങ്കിലും നിങ്ങൾക്ക് വില തരുന്നില്ലെങ്കിൽ ഞാൻ വേദപുസ്തകത്തിന്റെ വെളിച്ചത്തിൽ പറയാ, മനുഷ്യന് വിലയില്ലാത്ത ഈ കാലത്ത് വിശുദ്ധ ബൈബിൾ പറയുന്നു, ഞാനും നിങ്ങൾ വിലയുള്ളവനാണ്. ഒരു നല്ലൊരു ആമേൻ പറയാൻ പറ്റുമോ? എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സൃഷ്ടിപ്പിൽ മനുഷ്യൻ എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്വപ്നമാണ്. എന്ന് പറഞ്ഞാൽ സ്വരൂപവും സാദൃശ്യവും മനുഷ്യനകത്ത് ദൈവം ഇഴുകിച്ചേർത്തിട്ട് തേജസ്സും ബഹുമാനവും മനുഷ്യനെ അണിയിച്ച് ഈ ഭൂമിയിൽ വാഴുവാൻ ദൈവം മനുഷ്യനെ ആക്കുകയാണ്. അവിടെ നിന്ന് 1-2 കാര്യങ്ങളും കൂടെ പറഞ്ഞിട്ട് ആ വിഷയത്തിൽ നിന്ന് മടങ്ങി വന്ന് നമ്മൾ വായിച്ച കുറിവാക്യത്തിലേക്ക് മടങ്ങി വരാം.
ഇങ്ങനെ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ച് ഏദൻ എന്ന് പറയുന്ന മനോഹരമായ തോട്ടത്തിലേക്ക് കൊണ്ടാക്കി. അവിടുത്തെ ആ സംഭവങ്ങളും കൂടെ ഒന്ന് വിവരിച്ചാൽ, ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി എവിടേക്കാക്കി? ഏദൻ എന്ന് പറയുന്ന തോട്ടത്തിലേക്ക് കൊണ്ടാക്കി. വേദപുസ്തകത്തിന്റെ വെളിച്ചത്തിൽ ഒരു സത്യം കൂടെ എനിക്ക് തുറന്നു പറയാനുണ്ട്. ദൈവം മനുഷ്യനെ ഏദൻ എന്ന് പറയുന്ന മനോഹരമായ തോട്ടത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ ദൈവത്തിന്റെ ഹൃദയത്തിനകത്ത് ഒരു വലിയ സ്വപ്നമുണ്ടായിരുന്നു. ഇന്ന് രാത്രി ഒരു ദൂത് പറയട്ടെ, എന്നെ കുറിച്ചും നിങ്ങളെ കുറിച്ചും ദൈവത്തിനൊരു സ്വപ്നമുണ്ട്. സ്തോത്രം പറയാമോ? സ്വപ്നമുണ്ട് എന്ന് ഞാൻ പറയുമ്പോൾ സ്വപ്നങ്ങളെ തല്ലി തകർക്കുവാൻ പൈശാചിക ലോകം മുഴുവന് അവൻ ഒരേപോലെ എനിക്കും നിങ്ങൾക്കുമെതിരെ ആഞ്ഞടിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആത്മനിറവോടെ ഞങ്ങൾ വിളിച്ചു പറയുന്നു, മനുഷ്യ, നിന്നെ കുറിച്ച് ദൈവത്തിനൊരു സ്വപ്നമുണ്ട് എന്ന് പറഞ്ഞ മനുഷ്യനെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതിയിൽ മനുഷ്യൻ അത്രമാത്രം വിലയുള്ളവനായി കാണുമ്പോൾ ദൈവത്തിന്റെ സ്വപ്നമായിരുന്നു മനുഷ്യൻ എന്ന് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ. ഇങ്ങനെ മനുഷ്യനെ ദൈവം ഏദൻ എന്ന് പറയുന്ന മനോഹരമായ തോട്ടത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ വെച്ച് രണ്ട് കാര്യങ്ങൾ ദൈവം മനുഷ്യനോട് ആവശ്യപ്പെടുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. അതിലൊന്ന്, രണ്ട് ഉത്തരവാദിത്തങ്ങൾ മനുഷ്യന് കൊടുത്തു. അതിൽ ഒന്ന് എന്ന് പറയുന്നത് തോട്ടത്തിൽ എന്തോ ചെയ്യണം? വേല ചെയ്യണം. രണ്ട്, തോട്ടം കാക്കണം. ഈ രണ്ട് പരമപ്രധാനമായ ദൗത്യങ്ങൾ മനുഷ്യന് ദൈവം കൊടുക്കുകയാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യനെ ഈ ഭൂമിയിലാക്കുമ്പോൾ രണ്ട് പ്രധാനപ്പെട്ട ദൗത്യങ്ങൾ മനുഷ്യന് കൈമാറുകയാണ്. ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം പറയട്ടെ, ഇത്രയും സന്നാഹവുമായി ഇവാഞ്ചലിസം ഡിപ്പാർട്ട്മെന്റ് എന്തിനാ ഇവിടെ വന്നത്? ഒരു ദൗത്യം പൂർത്തീകരിക്കാൻ വേണ്ടിയാണ്. ഈ രാത്രി ഞാൻ ആത്മനിറവോടെ ഒരു ദൂതും കൂടെ വിളിച്ചു പറയുകയാണ്. എന്നെ ദൈവം ഈ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നത് ദൈവത്തിന്റെ ചില വിശ്വസിക്കുന്നവരൊന്ന് കരമുയർത്തി പിടിച്ചൊന്ന് സ്തോത്രം പറഞ്ഞാട്ട്. തോട്ടത്തിൽ വേല ചെയ്യണം, തോട്ടം എന്ത് ചെയ്യണം? കാക്കണം. എന്നാൽ ഇവിടെ സംഭവിച്ചത്, ഈ രണ്ട് ദൗത്യങ്ങളിൽ നിന്ന് മനുഷ്യൻ അമ്പേ പരാജയപ്പെട്ടു. നിങ്ങൾ ശ്രദ്ധിക്കണേ. ദൈവം കൊടുത്ത ദൗത്യത്തിൽ നിന്ന് മനുഷ്യൻ വ്യതിചലിച്ച് മറ്റൊരുത്തൻ പറയുന്ന വാക്ക് അനുസരിക്കുവാൻ തുടങ്ങി. അവിശ്വാസം മനുഷ്യന്റെ ഹൃദയത്തിൽ കയറി. ദൈവം പറഞ്ഞ വാക്ക് മനുഷ്യൻ അനുസരിക്കാതെ, നാം എല്ലാവരും പറയുന്ന എന്ന് പറഞ്ഞാൽ എല്ലാ മതങ്ങളും ഒരേപോലെ പഠിക്കുന്ന ഇരുള് അല്ലെങ്കിൽ ഇരുളിന്റെ പ്രതീകമായി നിൽക്കുന്ന സാത്താൻ മനുഷ്യന്റെയും ദൈവത്തിന്റെ ഇടയിൽ കയറി വരികയാണ്. അവിടെ നിന്ന് മനുഷ്യനോട് പറഞ്ഞ വാക്കുകൾ മനുഷ്യൻ വിശ്വസിച്ചു. ദൈവം പറഞ്ഞ വാക്കുകൾ മനുഷ്യൻ അവിശ്വസിച്ചു. അവിടെ മനുഷ്യനിലേക്ക് വന്നു കയറിയത് എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും. ശ്രദ്ധിച്ചു കേൾക്കണേ. മനുഷ്യൻ ആ നിമിഷം മുതൽ ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ചത് നിമിത്തം മനുഷ്യനിലേക്ക് പാപമെന്ന മാരകമായ രോഗം കയറി. എന്റെ വിഷയത്തിലേക്ക് ഞാൻ വരുന്നതിന് മുമ്പ് എന്തിനാ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് എന്ന് ചോദിച്ചാൽ, മനുഷ്യനെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി വലുതായിരുന്നു. എന്നാൽ ആ മനുഷ്യനെ തല്ലി തകർക്കുവാൻ ഈ കാലത്തിലും പൈശാചിക ലോകം ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് വിളിച്ചു പറയുന്നു, ഈ ദേശത്തെ മനുഷ്യരെ സ്നേഹിക്കുന്ന കർത്താവ് ഇന്ന് രാത്രി ഈ ദേശത്ത് വന്നിട്ടുണ്ട്. അത് വിശ്വസിക്കുന്നവർ എന്റെ കൂടെ ചേർന്ന് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ദൈവത്തിന് സ്തോത്രം പറയട്ടെ. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. മനുഷ്യനെ കുറിച്ചുള്ള ദൈവത്തിന്റെ സ്വപ്ന പദ്ധതിയിൽ നിന്ന് സാത്താൻ അവരെ തള്ളിയിട്ടു. മനുഷ്യൻ ദൈവത്തിന്റെ വാക്ക് കേൾക്കുന്നതിന് പകരം സാത്താന്റെ വാക്ക് കേട്ട് ദൈവത്തിൽ നിന്ന് അകന്ന് ദൈവത്തിന്റെ തേജസ്സിൽ നിന്ന് മനുഷ്യൻ അന്യപ്പെട്ടു പോവുകയാണ്. ഇനി നാം വായിച്ച പ്രധാന വിഷയത്തിലേക്ക് വരുമ്പോൾ, യേശു ഈ ഭൂമിയിലേക്ക് വന്നിട്ട് പറയുകയാണ്. യേശു പറഞ്ഞ ആ വാക്കുകളൊന്ന് ശ്രദ്ധിച്ചാൽ അവിടെ എഴുതിയിരിക്കുന്നത്, ഒരു മനുഷ്യന് രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. സുവിശേഷം തുടങ്ങുന്നത് ഒരു മനുഷ്യന്റെ കഥ പറഞ്ഞു തുടങ്ങിയാണ്. ഒരു നല്ലൊരു ആമേൻ പറയാൻ പറ്റുമോ? അവന് രണ്ട് പുത്രന്മാരുണ്ട്. നമ്മൾ ഇനി വിഷയത്തിലേക്ക് വരികയാണ്. ആദ്യം പറഞ്ഞ ഭാഗങ്ങൾ നിങ്ങൾ മറക്കരുത്. മനുഷ്യനെ കുറിച്ചുള്ള ദൈവത്തിന്റെ സ്വപ്നം അത്രമാത്രം വലുതായിരുന്നു. യേശു സുവിശേഷം പ്രസംഗിച്ചു തുടങ്ങിയപ്പോൾ
യേശുവിന്റെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് കേവലം രോഗസൗഖ്യമോ അത്ഭുതമോ ആയിരുന്നു. യേശുവിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം അപ്പന്റെ ഭവനത്തിലേക്ക് അവൻ മടങ്ങി വരണമെന്നുള്ളതായിരുന്നു. കരങ്ങൾ ഉയർത്തിപ്പിടിച്ചെന്ന് സ്വോത്രം പറഞ്ഞാട്ട് ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഇത്രയും കാര്യങ്ങൾ മറന്നുപോയാലും ഇനി തുടർന്ന് നാം കേൾക്കാൻ പോകുന്ന വിഷയം ഒരിക്കലും മറക്കരുത്. അങ്ങനെ യേശു പറഞ്ഞ ഉപമയുടെ പ്രധാന വിഷയത്തിലേക്ക് നാം വരുമ്പോൾ ഇവിടെ ഒരു മനുഷ്യന്റെ കഥ പറഞ്ഞാണ് യേശു തുടങ്ങുന്നത്. കർത്താസനെ ആ വാക്യം ഒന്നും കൂടെ ഒന്ന് വായിച്ച് സഹായിച്ചാലും. 15-11 വാക്യം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 11 വാക്യം ഒന്നും കൂടെ വായിച്ചു. പിന്നെയും അവൻ പറഞ്ഞത്, ഒരു മനുഷ്യന് 2 പുത്രന്മാർ. യേശു ഈ ഉപമ പറയുമ്പോൾ യേശു ആരെ കുറിച്ചാ പറയുന്നത്? നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, യേശു ആരെ കുറിച്ചാ പറയുന്നത്? ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, യേശു പല ഉപമകളും പറഞ്ഞപ്പോഴും പല നിലകളിൽ യേശു സംസാരിച്ച വാക്കുകളിൽ വ്യത്യസ്തമായ ആശയങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും യേശുവിന്റെ അടുക്കലേക്ക് തിരികെ വിളിക്കാനായി കാര്യങ്ങൾ സംസാരിച്ചു തുടങ്ങിയപ്പോൾ യേശു മനുഷ്യന്റെ കാര്യമാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് യേശു അത്രയും ശക്തമായി അങ്ങനെ പറഞ്ഞത്? ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം, മറ്റു ഉപമകളിലെല്ലാം വ്യത്യസ്തമായി പല കാര്യങ്ങൾ പറയുമ്പോഴും മനുഷ്യന്റെ കാര്യം പറയണമെങ്കിൽ മനുഷ്യനെ ഇത്രമാത്രം സ്നേഹിച്ച ദൈവം വേറെ ഒരുവനില്ല. കരങ്ങൾ ഉയർത്തിപ്പിടിച്ചൊന്ന് സ്വോത്രം പറഞ്ഞാട്ട് യേശു ഈ ഉപമ അവിടെ പറയുമ്പോൾ എന്തുകൊണ്ടാണ് മനുഷ്യന്റെ കാര്യം പറഞ്ഞു തുടങ്ങുന്നത്? ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം ഇതാണ്, നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെ തിരികെ പിടിക്കാനായി സർവശക്തനായ ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തേക്ക് അയക്കുമ്പോൾ അവന് മനുഷ്യനോട് അത്രമാത്രം സ്നേഹമുണ്ടായിരുന്നു. എന്റെ പ്രിയമുള്ളവരെ, നിങ്ങൾ ചിലരെങ്കിലും ചിന്തിക്കും, ഈ മനുഷ്യൻ എന്തിനാ ഇത്രയും ഒച്ചയെടുത്ത് സംസാരിക്കുന്നത്? ശാന്തമായി സംസാരിച്ച പോരെ? ലളിതമായ ഭാഷയിൽ ഞാൻ ഇന്ന് രാത്രി നിങ്ങളോട് ഒരു സ്നേഹവും ഒരു സദ്വർത്തമാനവും പറയട്ടെ. ഈ വാക്യത്തിനകത്ത് മനുഷ്യനെ അത്രമാത്രം സ്നേഹിച്ച ഒരു ദൈവമുണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ മനുഷ്യനെ സ്നേഹിക്കുന്ന ഇതേപോലെ ഒരു ദൈവം അവൻ വേറെയില്ല. ഞങ്ങൾ ഇന്ന് രാത്രി ഇവിടെ ഉറക്കെ വിളിച്ചു പറയുന്നു, മനുഷ്യനെ ഇത്ര മാത്രം സ്നേഹിക്കുന്ന വേറൊരു ദൈവമില്ല. അവന്റെ പേര് യേശു ക്രിസ്തു എന്നത്രേ. എന്റെ കൂടെ വിശ്വസിക്കുന്നവർ കാര്യം ഉയർത്തിപ്പിടിച്ച് പറഞ്ഞാട്ട്, മനുഷ്യനെ ഇത്രമാത്രം സ്നേഹിക്കുന്ന ദൈവം വേറൊരുവനില്ല. അവന്റെ പേര് യേശു എന്നത്രേ. ഒരു നല്ലൊരു ആമേൻ പറയാമോ ദൈവമക്കളെ? അതുകൊണ്ടാണ് യോഹന്നാൻ സുവിശേഷം എഴുതിയപ്പോൾ പറഞ്ഞ, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം എന്ത് ചെയ്തു? ലോകത്തെ സ്നേഹിച്ചു എന്ന് പറഞ്ഞാൽ ലോകത്തെ സ്നേഹിച്ച ദൈവം മനുഷ്യനോടുള്ള ബന്ധത്തിൽ അവൻ അത്രമാത്രം സ്നേഹത്തോടെ ഇടപെടുന്നു. ഈ രാത്രിയിൽ ഞാൻ ഒരു ദൂതും കൂടെ പറയട്ടെ. ആരും എനിക്കില്ല, എന്നെ ആരും അറിയുന്നില്ല, എന്റെ വേദനകൾ അറിയുന്നില്ല, എന്നെ മനസ്സിലാക്കാൻ ആരുമില്ല എന്ന് പറയുന്ന ആരെങ്കിലും ഈ ശബ്ദപരിധിക്കുള്ളിൽ കേൾക്കുന്നെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് രാത്രി വിളിച്ചു പറയുകയാണ്, നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. അവന്റെ പേര് യേശു എന്നത്രേ. വിശ്വസിക്കുന്നവർ എന്റെ കൂടെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചു കർത്താവിനൊന്ന് സ്തോത്രം പറയട്ടെ. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഇവിടെ മനുഷ്യൻ എന്ന് പറഞ്ഞ് അടുത്ത പറയുന്നത് 2 പുത്രന്മാരുടെ കാര്യമാണ്. ഒന്ന് ശ്രദ്ധിച്ചേ. മനുഷ്യൻ അടുത്ത ആ പദം പറയുന്നത് മനുഷ്യന് ദൈവം കൊടുത്ത 2 പുത്രന്റെ കാര്യമാണ്. ഞാൻ ഈ ബൈബിൾ പഠിച്ചപ്പോൾ ഈ മനുഷ്യനെ കുറിച്ച് മാത്രം പറഞ്ഞ് വേണമെങ്കിൽ ഈ ഉപമ അവസാനിപ്പിക്കായിരുന്നു. പക്ഷെ പരിശുദ്ധാത്മാവിൽ ഈ ഉപമ ലൂക്കോസ് രേഖപ്പെടുത്തുമ്പോൾ 2 കാര്യം കൂടെ ചേർത്ത് പറഞ്ഞു. അവൻ ആരുണ്ടായിരുന്നു? പുത്രന്മാരുണ്ടായിരുന്നു. എത്ര പേരാ? 2 പുത്രന്മാർ. എന്ന് പറഞ്ഞാൽ ഇതിനകത്തൊരു ആത്മീയ മർമ്മം മറഞ്ഞു കിടപ്പുണ്ട്. ശരിക്കും വേദപുസ്തകം പഠിച്ചാൽ വാസ്തവത്തിൽ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള പുസ്തകങ്ങൾ നമ്മൾ വിശകലനം ചെയ്ത് മനസ്സിലാക്കിയ ഒറ്റ ഒരു സത്യം മാത്രമേ ഉള്ളൂ. ഞാൻ വിശ്വസിക്കുന്നത് ഇങ്ങനെയാണ്, പിതാവായ ദൈവവും മക്കളും
തമ്മിലുള്ള ആഴമേറിയ സ്നേഹബന്ധത്തിന്റെ കഥയാണ് ഈ വിശുദ്ധ ബൈബിൾ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ മനുഷ്യനെ കുറിച്ച് പറഞ്ഞിട്ട് അവന്റെ പുത്രന്മാരെ കുറിച്ച് ബൈബിളിൽ അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ വെറുതെ രേഖപ്പെടുത്തില്ല. കാരണം മനുഷ്യനെ ദൈവം അത്രമാത്രം സ്നേഹിക്കുക മാത്രമല്ല, ഒരു സ്നേഹബന്ധത്തിന്റെ കഥയാണ് വിശുദ്ധ ബൈബിൾ എന്ന് പറയുന്നത്. ഞാൻ ഒരു കാര്യം രാത്രി വിളിച്ചു പറയട്ടെ. മനുഷ്യനെ കൊല്ലാൻ പഠിപ്പിക്കുന്ന ആശയങ്ങളും പ്രത്യയ ശാസ്ത്രങ്ങളുമൊക്കെ ഈ സമൂഹത്തിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ പ്രസംഗിക്കുന്ന യേശു ചെയ്തത് എന്താണെന്നറിയാമോ? മനുഷ്യനുമായി അത്രമാത്രം ആഴമേറിയ ബന്ധം സ്ഥാപിക്കുന്ന ഉലകത്തിൽ ഒരേ ഒരു ദൈവം എന്ന് പറയുന്നത് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു കർത്താവാണ്. ഇന്ന് രാത്രി സ്വർഗം പറയുന്നു, ആ ദൈവം ഞാനും നിങ്ങളുമായി ഒരു ബന്ധം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുകയാണ്. വിശ്വസിക്കുന്നവരൊന്ന് കരമുയർത്തി ഒന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തിയ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് പുത്രന്മാരുടെ കഥ പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഒരു മനുഷ്യനും രണ്ട് പുത്രന്മാർ എന്ന് പറയുന്ന ആ വാക്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഒരു ബന്ധത്തിന്റെ കഥയാണ്. ഒരു നല്ലൊരു ആമേൻ പറഞ്ഞേ. മനസ്സിലാകുന്നുണ്ടോ? മനുഷ്യനെ സ്നേഹിച്ച ദൈവം മനുഷ്യന്റെ കഥ പറയുവാൻ ഉപമ പറഞ്ഞപ്പോൾ മനുഷ്യനെ മാത്രം പറഞ്ഞു നിർത്തുകയല്ലായിരുന്നു, ഒരു ബന്ധത്തിന്റെ കഥ പറയുകയാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യനും ദൈവവും തമ്മിൽ ഒരു കാലത്തുണ്ടായിരുന്ന ഒരു ബന്ധം പുനഃസ്ഥാപിക്കുവാൻ വേണ്ടി ഈ ഭൂമിയിലേക്ക് വന്ന യേശു കർത്താവ് തന്റെ പരസ്യ ശുശ്രൂഷാവേളയിൽ ഉപമ പറഞ്ഞപ്പോൾ കേവലം ഒരു വ്യക്തിയിൽ മാത്രം അത് ഒതുങ്ങിയില്ല, അത് മറ്റൊരു വ്യക്തിയുമായുള്ള ബന്ധത്തിന്റെ കഥയായിരുന്നു. എന്താണ് ഇന്ന് രാത്രി ഞാൻ പറഞ്ഞു വരുന്നത്? ഇത്രയുള്ള ദൈവമക്കളെ, കേവലം അകന്നിരിക്കുന്ന ഒരു ദൈവമല്ല. അമേശ്വത്ര ഉയരത്തിൽ ഏതെങ്കിലും ഒരു സിംഹാസനത്തിൽ ഇരുന്ന് കാര്യങ്ങളെ ക്രമീകരിക്കുന്ന ഒരു ദൈവമല്ല. മനുഷ്യനുമായി ബന്ധം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവമാണ് ഇന്ന് രാത്രി ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഞാൻ പറയട്ടെ ദൈവമക്കളെ, ദൈവം എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ ഉള്ളിലുള്ള ചില ആശയങ്ങളുണ്ട്. ദൈവ സ്വർഗത്തിലാണ് വസിക്കുന്നത്, ദൈവത്തിന് മനുഷ്യനോട് ഇടപെടാൻ കഴിയത്തില്ല, അവന് സിംഹാസനത്തിൽ ഇരുന്ന് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഓർഡർ കൊടുക്കുന്ന ഒരു ദൈവത്തെ കുറിച്ച് മതങ്ങൾ പഠിപ്പിക്കുമ്പോൾ ഞാൻ ഇന്ന് രാത്രി പ്രസംഗിക്കുന്ന ഒരു ദൈവമുണ്ട്. അവന്റെ പേര് യേശുവാണ്. ആ യേശു എന്താ ചെയ്തതെന്നറിയാമോ? സ്വർലോക മഹിമകളെ വിട്ട് ഈ താണലോകത്തേക്ക് ഇറങ്ങി വന്നിട്ട് മനുഷ്യനുമായി ഒരു ബന്ധം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവം. ഒരു നല്ലൊരു ആമേൻ പറയാമോ ദൈവമക്കളെ? ഇന്ന് രാത്രി ബന്ധം മുറിഞ്ഞു പോയ ഏതെങ്കിലും പെന്തക്കോസുകാരനെ കേൾക്കുന്നെങ്കിൽ ഈ സത്യം തിരിച്ചറിയാതെ ബന്ധങ്ങളുടെ കഥ പറയുന്ന പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ. എന്ന് പറഞ്ഞാൽ ബന്ധം നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെ തിരിച്ചു പിടിക്കാനായി സർവശക്തനായ ദൈവം തന്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചപ്പോൾ മനുഷ്യന്റെ കഥ പറഞ്ഞ് തീർക്കുകയല്ല, മനുഷ്യനും അവന്റെ പുത്രനും തമ്മിലുള്ള ബന്ധത്തിന്റെ കഥ പറയുകയാണ്. ഇന്ന് രാത്രി ഈ ദൂത് മനസ്സിലാക്കുന്നവർക്കായി ഞാൻ കർത്താവിന് സ്തോത്രം പറയുകയാണ്. ബന്ധങ്ങൾ മുറിഞ്ഞു പോകുന്ന ഈ കാലത്ത് ബന്ധങ്ങൾക്ക് വലിയ പ്രാധാന്യമില്ലാതെ മനുഷ്യൻ നെട്ടോട്ടമോടുമ്പോൾ ഞാൻ ഇന്ന് രാത്രി ഒരു കാര്യം കൂടെ പറയട്ടെ. വലിയ മതിലുകളൊക്കെ കെട്ടിപ്പൊക്കി മനുഷ്യൻ ബന്ധങ്ങൾക്ക് അതിര് വെക്കുമ്പോൾ ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം പറയുന്നു, അതിരുകളില്ലാതെ നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവം ഇന്ന് രാത്രി ഇതിനകത്ത് വന്നിട്ടുണ്ട്. നിന്റെ പിതാവ് നിനക്ക് അതിര് വെച്ചിട്ടുണ്ടെങ്കിൽ, നിന്റെ മാതാവ് നിനക്ക് അതിര് വെച്ചിട്ടുണ്ടെങ്കിൽ, നിന്റെ സഹോദരങ്ങൾ നിനക്ക് അതിര് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇന്ന് രാത്രി പ്രസംഗിക്കുന്ന എന്റെ യേശു അതിരുകളില്ലാതെ നിന്നെ സ്നേഹിച്ച് നീയുമായി ഒരു ബന്ധം സ്ഥാപിക്കുന്ന ഒരു ദൈവം ഇന്ന് രാത്രി ഇതിനകത്ത് വന്നിട്ടുണ്ട്. കരങ്ങൾ പിടിച്ചൊന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. ഞാൻ പറഞ്ഞു വരുന്ന ആശയം നിങ്ങൾ മറന്നു പോകരുത്. വിശുദ്ധ വേദപുസ്തകത്തിൽ മനുഷ്യനെ ഇത്രമാത്രം സ്നേഹിച്ച ഒരു ദൈവത്തിന്റെ കഥ ഞാൻ ഇവിടെ പറയുമ്പോൾ യേശു ഈ ഉപമ പറഞ്ഞപ്പോൾ ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞിട്ട് രണ്ട് പുത്രന്മാരുടെ കഥയും കൂടെ അവിടെ ചേർത്ത് പറയുകയാണ്. ഇനി അവിടെ നിന്നാണ് നമ്മൾ വായിച്ച വിഷയത്തിലേക്ക് വരുന്നത്. ഇനി താഴോട്ടുള്ള ഒന്ന് രണ്ട് വാക്യങ്ങളും കൂടെ വേഗത്തിലൊന്ന് വായിച്ച് സഹായിച്ചാട്ടെ. പെട്ടെന്ന് വായിച്ചാട്ടെ. 15-ന്റെ 14 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ആ ഭാഗങ്ങൾ തന്നെ എല്ലാം ചെലവഴിച്ച ശേഷം അല്ല 12 മുതലുള്ള താഴോട്ടുള്ള വാക്യങ്ങൾ 12 മുതലുള്ള വാക്യങ്ങൾ അവരിൽ ഇളയവൻ അപ്പനോട്, അപ്പ വസ്തുവിൽ എനിക്ക് വരേണ്ടുന്ന പങ്ക് തരണമേ എന്ന് പറഞ്ഞു. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഈ 12-ാം വാക്യം പറയുന്നത് അവരിൽ ഇളയവൻ അപ്പനോട്. നിങ്ങൾ ശ്രദ്ധിക്കണേ, ഈ വചനം ശരിക്കും നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ ഇത് ഒരു കഥ പോലെ വായിച്ചു വിടുമെങ്കിലും ഇതിനകത്തൊരു ആത്മീയ സത്യമുണ്ട്.
ഈ പുത്രന്മാരുടെ കഥ പറഞ്ഞിട്ട്, പുത്രന്മാരെ കുറിച്ച് പറഞ്ഞിട്ട് ഈ 12 വാക്യത്തിലേക്ക് വന്നപ്പോൾ അവിടെ വിളിക്കുന്ന പേര് എന്താണെന്നറിയാമോ? അപ്പൻ. അല്ലെ? അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്? നിങ്ങൾ നോക്കിക്കോ. 12 വാക്യം പറയുന്ന അവരിൽ ഇളയവൻ ആരോടാ? അപ്പനോട്. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്ന പദം എന്ന് പറയുന്നത് എന്തോന്നറിയാമോ? മനുഷ്യനെന്നല്ല പറയുന്നത്, പിന്നെ എന്തോ പറയുന്നത്? അപ്പൻ. എന്ന് പറഞ്ഞാൽ ഈ സംഭവം അവിടെ യേശു പറയുമ്പോൾ ഒരു അപ്പന്റെ ഹൃദയത്തെ അവിടെ വരച്ചു കാട്ടുകയാണ്. ഒരു നല്ലൊരു ആമേൻ പറയാമോ? ശരിക്കും നമ്മൾ ഈ വേദപുസ്തകം പഠിക്കണം ദൈവമക്കളെ, കഥ പറയുകയല്ല. കാരണം ഏദൻ തോട്ടത്തിൽ ഒരപ്പനും മക്കളും തമ്മിലുള്ള ആഴമേറിയ ഒരു ബന്ധത്തിന്റെ കഥ ഉൽപ്പത്തിയിൽ ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സംഭവത്തിന്റെ അടിസ്ഥാനമാണ് യേശു ഈ കാര്യം പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 വാക്യത്തിലേക്ക് വരുമ്പോൾ യേശു പറയുകയാണ് ഒരപ്പൻ. ഇന്ന് രാത്രി ഒന്ന് സ്വോത്രം പറയാമോ? നിങ്ങൾക്ക് ഇത് മനസ്സിലാകുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. വലിയ തിയോളജി അല്ല ഞാൻ പ്രസംഗിക്കുന്നത്, എങ്കിലും ഇത് മനസ്സിലാകാതെ പോകരുത്. കാരണം ഏദൻ തോട്ടത്തിൽ ആദാമും ഹവ്വയും പിതാവായ ദൈവത്തോടുകൂടെ ഏദൻ തോട്ടത്തിൽ വയ്ക്കുമ്പോൾ അവര് തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? ഒരപ്പനും മക്കളും തമ്മിലുള്ള ബന്ധമായിരുന്നു. ഒന്ന് സ്വോത്രം പറയാമോ? എന്ന് പറഞ്ഞാൽ പിതാവായ ദൈവം ഈ ഭൂമിയിൽ ആദ്യത്തെ മക്കൾ എന്ന് പറയുന്ന ആദാമും പറഞ്ഞോ ഹവ്വയും, ശരിക്കും പറഞ്ഞാൽ ആദാമിന്റെ ഹവ്വയുടെ അപ്പനാരായെന്ന് ചോദിച്ചാൽ അവർ ഉറപ്പിച്ചു പറയും, അവർക്ക് യാതൊരു സംശയമില്ല, അവരെ സൃഷ്ടിച്ച ഒരു അപ്പൻ അവർക്കുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണേ. യേശു ഈ ഉപമ ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ പറയുമ്പോൾ ഈ ഉപമയ്ക്കകത്ത് തെളിഞ്ഞു നിൽക്കുന്നത് പഴയ നിയമത്തിൽ ഉൽപ്പത്തിയിൽ വെളിപ്പെട്ട പിതാവായ ദൈവത്തിന്റെ പ്രതിരൂപമാണ് ലൂക്കോസ് ഇതിനകത്ത് രേഖപ്പെടുത്തുന്നത്. ഇന്ന് രാത്രി ഞാൻ ഒരു കാര്യം വിളിച്ചു പറയട്ടെ, എന്നെയും നിങ്ങളെ സൃഷ്ടിച്ച ദൈവം ആരാന്നറിയാമോ? ഞാൻ പറയുന്നു അവൻ എൻ്റെ പിതാവാണ്. ഒരു നല്ലൊരു ആമേൻ പറയാമോ? ദൈവത്തെ പിതാവേ എന്നെങ്ങാനും വിളിക്കാനായിട്ട് നമുക്ക് കഴിയുമോ എന്ന് ചോദിക്കുന്ന ധാരാളം ആൾക്കാര് ഈ സമൂഹത്തിലുണ്ട്. ഞാൻ പറയട്ടെ, എന്നാൽ യേശു ഈ ഭൂമിയിൽ വന്നപ്പോൾ എന്താ പഠിപ്പിച്ചെന്നറിയാമോ? പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പറഞ്ഞാൽ ഉലകത്തിൽ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുവാൻ പഠിപ്പിച്ച പുത്രനായ യേശു ഇന്ന് രാത്രി വിളിച്ചു പറയുകയാണ്, നിനക്കൊരപ്പനുണ്ട്. ഒരു നല്ലൊരു ആമേൻ പറയണം. എന്റെ സന്ദേശത്തിലേക്ക്, കാതലായ വിഷയത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അല്പം കട്ടിയായിട്ട് തോന്നിയാൽ ഈ രാത്രി സ്വർഗത്തിലെ ദൈവം പറയുന്നു, ദൈവം ആരാ? സർവശക്തനാണെന്നും അഖിലാണ്ടത്തെ മുഴുവനും ഉണ്ടാക്കിയവനാണെന്നും സർവവ്യാപി സർവജ്ഞാനി എന്നൊക്കെ നമ്മൾ പേര് വിളിക്കുമ്പോൾ വിശുദ്ധ ബൈബിൾ പറയുന്ന ദൈവം അവൻ എനിക്കൊരു പിതാവാണ്. ഒരു നല്ലൊരു ആമേൻ പറയാമോ ദൈവമക്കളെ? കർത്താവിന്റെ ദാസം പ്രിയ സന്തോഷ് പാസ്റ്റർ എന്റെ ജീവിതത്തിന്റെ ചില അനുഭവങ്ങൾ പറഞ്ഞു. ഞാൻ പറയട്ടെ, എന്റെ 13-ാമത്തെ വയസ്സിൽ എന്റെ മമ്മി മരിച്ചുപോയി. എന്റെ 15-ാമത്തെ വയസ്സിൽ എന്റെ പിതാവ് മരിച്ചുപോയി. എന്റെ സ്വന്തം സ്ഥലം എന്ന് പറയുന്നത് കുണ്ട്രയാണ്. അസംബ്ലീസ് ഓഫ് ഗോഡ് കുണ്ട്ര എന്ന് പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവസഭയുണ്ട്. ഏകദേശം 120-ലധികം കുടുംബങ്ങളുള്ള അനുഗ്രഹിക്കപ്പെട്ട ദൈവസഭയുടെ ആദികാല വിശ്വാസിയായ ഒരു ഉമ്മച്ചനപ്പച്ചനുണ്ട്. അപ്പച്ചന്റെ കൊച്ചുമോന. അപ്പച്ചനെ എല്ലാവരും ദേശത്തറിയും. കാരണം സുവിശേഷത്തിന് വേണ്ടി അത്രമാത്രം നിന്ന ഒരു ഭക്തനായ മനുഷ്യനാണ്. പക്ഷേ എന്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു തകർച്ച എന്താണെന്നറിയാമോ? എന്റെ 15-ാമത്തെ വയസ്സിൽ എന്റെ പിതാവ് മരിച്ചു. അപ്പനും അമ്മയും ചെറിയ പ്രായത്തിൽ ഈ ലോകം വിട്ട്, എന്ന് പറഞ്ഞാൽ അവർ നിത്യതയിലേക്ക് ചേർക്കപ്പെട്ടപ്പോൾ ഞങ്ങളുടെ അകത്ത് വീണത് എന്താണെന്നറിയാമോ? ലോകം ഞങ്ങളെ വിളിച്ചൊരു പേരുണ്ട്, അനാഥർ. എന്ന് പറഞ്ഞാൽ അപ്പനും അമ്മയും ഇല്ലാത്തവർക്ക് വിളിക്കുന്ന പേരെന്തുവാ? അനാഥര്. പക്ഷേ ഒരു കാലം അങ്ങനെ കടന്നുപോയി. പക്ഷെ കൃപയാൽ കർത്താവായ യേശു ക്രിസ്തുവിനെ എന്റെ ഹൃദയത്തിൽ രക്ഷകനായി അംഗീകരിച്ചപ്പോൾ അവൻ എന്റെ കർത്താവ് മാത്രമായിരുന്നില്ല, അവൻ എന്റെ പ്രിയ പിതാവായി മാറുകയായിരുന്നു. ഇന്ന് രാത്രി ഇവിടെ ഞങ്ങൾ ഉയർത്തുന്ന ദൈവം
കേവലം മതം പറയുന്ന ദൈവമല്ല, സ്വർഗത്തിൽ ഇരുന്ന് ഓർഡർ ചെയ്യുന്ന, സിംഹാസനത്തിൽ ഇരുന്ന് ഓർഡർ ചെയ്യുന്ന ഒരു ദൈവത്തെയല്ല ഞങ്ങൾ പ്രസംഗിക്കുന്നത്. പിതാവേ എന്ന് വിളിക്കുവാൻ അവൻ അവകാശം കൊടുത്ത മക്കളാണ് ഇന്ന് രാത്രി ഇവിടെ വന്നിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഞാനൊരു ദൂത് വിളിച്ചു പറയട്ടെ, നീ വിളിച്ചാൽ വിളി കേൾക്കുന്ന ഒരു ദൈവമാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു. ഒരു നല്ലൊരു ആമേൻ പറയാമോ ദൈവമക്കളെ? നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ ഈ ബൈബിൾ വെറുതെ പഠിക്കരുത്. നമ്മൾ വായിക്കുന്ന ഓരോ കാര്യങ്ങളുടെ പിന്നിലുള്ള ദൈവശാസ്ത്രം എന്താണെന്ന് മനസ്സിലാക്കണം. യേശു മനുഷ്യന്റെ കാര്യം പറയുമ്പോൾ ഉൽപ്പത്തിയിൽ മനുഷ്യൻ ആരായിരുന്നു മനസ്സിലാക്കണം. യേശു രണ്ടാമത് പുത്രന്റെ കാര്യം പറയുമ്പോൾ ബന്ധത്തിന്റെ കഥയാണ് വേദപുസ്തകം. മൂന്നാമത് ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് വരുമ്പോൾ പിതാവായ ദൈവം എന്ന് പറഞ്ഞാൽ അപ്പൻ. ഞാനൊരു കാര്യം പറയട്ടെ, എന്നെയും നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു നല്ല അപ്പനുണ്ട്. ഇവിടെ വന്നിരിക്കുന്ന ചില പ്രിയപ്പെട്ടവരോട് പരിശുദ്ധാത്മാവ് ശക്തമായി വിളിച്ചു പറയുകയാണ്, അനാഥത്വത്തിന്റെ സ്പിരിറ്റ് നിങ്ങളുടെ അകത്ത് വ്യാപരിക്കുന്നെങ്കിൽ ഞാൻ പറയാം, നിങ്ങൾക്ക് വേണ്ടി കരുതുന്ന ഒരു സ്വർഗീയ പിതാവുണ്ട്. ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുത്. നിങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടുകൂടെ അറിയിക്കുക എന്ന് തിരുവചനം പറയുമ്പോൾ ആത്മീയ വെളിപ്പാടിൽ നിന്നുകൊണ്ട് ഈ സമൂഹത്തോട് വിളിച്ചു പറയുന്നു, നീ ഈ കൺവെൻഷൻ കഴിഞ്ഞ് എഴുന്നേറ്റ് പോകുന്നത് ഒരു പിതാവിന്റെ കരം പിടിച്ചുകൊണ്ടാണ്. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, യെ കരുതുന്ന ഒരു പിതാവ്, നിനക്ക് വേണ്ടി വഴികാട്ടുന്ന ഒരു പിതാവ്. ഈ ഭൂമിയിലുള്ള സകല പിതാക്കന്മാര് പരാജയപ്പെടുമ്പോൾ ഞങ്ങൾ വിളിച്ചു പറയുന്നു, സർവശക്തനായ ദൈവം നിനക്കൊരു പിതാവായി മാറാൻ പോകുകയാണ്. കരങ്ങൾ ഉയർത്തിയൊന്ന് ദൈവത്തിന് സ്തോത്രം പറയാമോ? മനുഷ്യന്റെ കഥ പറഞ്ഞു തുടങ്ങിയ പുത്രന്മാരുടെ കഥ പറഞ്ഞു തുടങ്ങിയ യേശു 12-ാം വാക്യത്തിലേക്ക് വന്നപ്പോൾ എന്തോ പറഞ്ഞത്? പേരെന്തോ പറഞ്ഞേ? മനുഷ്യന്റെ പേരെന്തായി? നിങ്ങൾ നോക്ക്, നിങ്ങൾ വായിച്ചിട്ടൊന്നും പറ. അവരിൽ ഇളയവൻ അപ്പനോട്. നിങ്ങൾ ശ്രദ്ധിച്ചേ, മനുഷ്യന്റെ ആ പേര് ഇവിടെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പനെന്നാണ്. നമ്മൾ ഈ ബൈബിൾ ശരിക്കും പഠിക്കണം. എന്ന് പറഞ്ഞാൽ കേവലം ഒരു കഥയായി വായിച്ചു പോയാൽ ഇതൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. പക്ഷേ യേശു പറയുന്ന ഈ അപ്പൻ ആരാന്നറിയാമോ? വേദപുസ്തകം പറയുന്നു, അഖിലാണ്ടത്തെ മുഴുവന് ഒറ്റ വാക്കുകൊണ്ട് ഉണ്ടാക്കിയ ഒരു സ്വർഗീയ പിതാവിനെ കുറിച്ചാണ് ഇന്ന് രാത്രി ഈ വാക്യം പറയുന്നത്. ഞാൻ ഒരിക്കൽ കൂടി വിളിച്ചു പറയുന്നു, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ചോദിക്കാനും പറയാനും ആരുമില്ല എന്ന് പറഞ്ഞ് ഞങ്ങളെ പോലെ പല പ്രിയപ്പെട്ടവരെ ആമേൻ സുവിശേഷത്തിന്റെ പേരിൽ ഈ രാജ്യത്ത് തല്ലിച്ചതയ്ക്കുമ്പോൾ ഇന്ന് രാത്രി ഒരു കാര്യം മറന്നു പോകരുത്, നിനക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു ദൈവമുണ്ട്. നല്ലൊരു ആമേൻ പറയാമോ നിങ്ങൾ? ഇന്ന് രാത്രി ഞാൻ ഒരു കാര്യം ഉറപ്പായി വിളിച്ചു പറയുകയാണ്, എനിക്കറിയാം എന്റെ അപ്പനെ. കാരണം ഈ അപ്പൻ എന്നെ ഒരിക്കലും കൈവിടത്തില്ല. കാരണം ആ അപ്പന്റെ കയ്യിൽ എന്റെ ഭാവി സുരക്ഷിതമാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, യേശു ഈ ഉപമയിൽ അപ്പനെ കുറിച്ച് പറയുമ്പോൾ ആരെ കുറിച്ചാ പറയുന്നതെന്ന് പറയാമോ? സ്വർഗസ്ഥനായ പിതാവായി തനിക്ക് വ്യക്തമായി അറിയാവുന്ന അഖിലാണ്ടത്തെ മുഴുവൻ ഉണ്ടാക്കിയ പിതാവിനെയാണ് ഇവിടെ അപ്പനെന്ന് ആര് പറയുന്നത്? യേശു പറയുന്നത്. ഒരു നല്ല രാമൻ പറയാമോ? ഉപമ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് ചിലർക്ക് ഇത് മനസ്സിലായില്ലെങ്കിലും വാസ്തവത്തിൽ യേശു അപ്പൻ എന്ന് വിളിക്കുമ്പോൾ വാസ്തവത്തിൽ സ്വർഗസ്ഥനായ പിതാവിന്റെ ആഴമേറിയ സ്നേഹത്തിന്റെ വെളിപ്പാടാണ് ആ വാക്യത്തിൽ കാണാൻ കഴിയുന്നത്. ഇനി അടുത്ത വാക്യം, കർത്താവിന്റെ ദാസനെ ദയവായി എന്റെ കൂടെ ഒന്ന് വേഗത്തിൽ വായിച്ച് സഹായിച്ചിട്ട് അവൻ നമുക്ക് പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് വരാം. വായിച്ചോ. ഇളയവൻ അപ്പനോട് അപ്പ വസ്തുവിൽ എനിക്ക് വരേണ്ടുന്ന പങ്ക് തരണമേ എന്ന് പറഞ്ഞു. നിങ്ങൾ നോക്കിക്കേ, അടുത്ത വാക്യം അപ്പൻ എന്നുള്ള വാക്ക് പറഞ്ഞിട്ട് രണ്ടാമത് പറയുന്ന വാക്ക് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം. അപ്പ. എല്ലാവരും ഒന്ന് പറഞ്ഞേ, അപ്പ. ഒന്ന് പറഞ്ഞോ, അപ്പ. അതായത് യേശു ഈ വാക്ക് അവിടെ ഉച്ചരിക്കുമ്പോൾ നമുക്ക് ഈ കാര്യം ഒന്നും മനസ്സിലായില്ലെങ്കിലും അപ്പ എന്ന് വിളിക്കുവാൻ ഒരുക്കുന്ന ഒരു കൂട്ടത്തെ കണ്ടിട്ടാണ് യേശു ഈ ഉപമ പറഞ്ഞത്. അതിന്റെ ഒരു തെളിവ് വേണമെങ്കിൽ ഞാൻ നിങ്ങൾ
വാസ്തവത്തിൽ നമ്മളിത് ഇത് മനസ്സിലാക്കാതെ പോയാൽ എന്താ, അതുകൊണ്ട് ഒരു വാക്യം കൂടെ വായിക്കാം. റോമാലേഖനം, കർത്താവിന്റെ ദാസനെ പെട്ടെന്ന് വായിക്കണം. 8-ാം അധ്യായം അതിന്റെ 15. റോമാലേഖനം 8:15 വേഗത്തിലൊന്ന് വായിക്കുക. റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്വത്തിന്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ ആത്മാവിനെ പറഞ്ഞെന്നറിയാമോ? ഈ റോമാലേഖനം 8-ാം അധ്യായം 15-ാം വാക്യത്തിൽ പറയുന്നു, അബ്ബാ എന്ന് വിളിക്കാനും ആത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നു. എന്താണ് അതിന്റെ അർത്ഥം? പിതാവായ ദൈവത്തെ അബ്ബാ എന്ന് വിളിക്കുവാനുള്ള ഭാഗ്യം ലഭിച്ചവരാണ് ഞാനും നിങ്ങളും. ഒന്ന് സ്തോത്രം പറയണേ ദൈവമക്കളെ. നമ്മള് എല്ലാവരും സാധാരണ ദൈവമേ, പടച്ചോനെ അല്ലെ നമ്മൾ വിളിക്കുന്ന ചില പേരുകൾ, ഈശ്വര എന്നൊക്കെ പറയുമ്പോൾ ഈ വേദപുസ്തകം സത്യം നിങ്ങൾ മറന്നു പോകരുത്. ദൈവത്തെ അബ്ബാ എന്ന് വിളിക്കുവാനുള്ള ഭാഗ്യം മനുഷ്യന് കൊടുക്കുകയാണ്. എന്താണ് അതിന്റെ അർത്ഥം എന്നറിയാമോ? എന്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന ഒരു ആത്മാവുണ്ട്. ആ ആത്മാവ് യേശു ക്രിസ്തുവിന്റെ ആത്മാവാണെങ്കിൽ ആ ആത്മാവിനോട് ചേർന്ന് ഇന്ന് രാത്രി ഞാനും നിങ്ങൾ പറയണം, എന്റെ ഉള്ളിൽ വ്യാപരിക്കുന്നത് പുത്രത്വത്തിന്റെ എങ്കിൽ എനിക്ക് ഏത് സമയത്ത് അപ്പ എന്ന് വിളിക്കുവാൻ എന്റെ ഉള്ളത്തിൽ അവൻ നൽകിയിരിക്കുന്ന ഒരു വലിയ ആഴത്തിലുള്ള അനുഭവമുണ്ട്. വിശ്വസിക്കുന്നവരൊന്ന് കരമുയർത്തി ഒന്ന് സ്തോത്രം പറയാമോ? അപ്പാ, ഇന്ന് രാത്രി നമുക്കൊന്ന് വിളിക്കാൻ കേട്ടോ. വിളി കേൾക്കുന്ന ദൈവം. ഞാൻ ഒരു കാര്യം ഉറപ്പ് തരാം, ഈ മീറ്റിങ്ങിന് കർത്താവിന്റെ ദാസന്മാര് ആശീർവാദം പറയുന്നതിന് മുമ്പ് വിളി കേൾക്കുന്ന ദൈവം നിങ്ങളുടെ വിഷയത്തിനകത്ത് ഇറങ്ങി വരാൻ പോകുക. കേവലം ഒരു കഥാപ്രസംഗം പോലെ എന്തെങ്കിലും കാര്യങ്ങൾ വേദപുസ്തകത്തിൽ നിന്ന് എടുത്ത് പറഞ്ഞു തീർക്കാനല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. വിളിച്ചാൽ വിളി കേൾക്കുന്ന ദൈവം ചിലരുടെ കെട്ടിനെ ഇന്ന് രാത്രി അടിക്കാൻ പോകുക. ചില രോഗബന്ധനങ്ങളെ സ്വർഗം അടിക്കാൻ പോകുക. ചില മദ്യപാനികളുടെ കെട്ടിനെ സ്വർഗം ഇന്ന് രാത്രി അടിക്കാൻ പോകുക. ഞാൻ വിശ്വസിക്കുന്ന അതിന്റെ കാരണം എന്നാണെന്നറിയാമോ? മനുഷ്യന്റെ വിളി കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രി ഇതിനകത്ത് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അപ്പ. എല്ലാവരും ഒന്ന് പറഞ്ഞേ അപ്പ. നമ്മൾ ഈ റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 15-ാം വാക്യത്തിൽ വായിച്ചത് അബ്ബാ പിതാവേ എന്ന് വിളിക്കാനുള്ള പുത്രത്വത്തിന്റെ ആത്മാവിനെ അവൻ നൽകി. വാസ്തവത്തിൽ നിങ്ങൾ ഈ വാക്യങ്ങളൊക്കെ വായിച്ച് ഈ വചനം ആഴമായി കുറച്ചും കൂടെ ധ്യാനിച്ചാൽ, യേശു ഇവിടെ പറയുന്ന ഉപമയ്ക്കകത്ത് മനുഷ്യൻ പിതാവായ ദൈവത്തെ അബ്ബാ എന്ന് വിളിക്കാനുള്ള ഭാഗ്യ പദവി കൊടുക്കുന്ന കഥയുടെ ആരംഭം കുറിക്കുകയാണ്. ഞാനൊരു ദൂത് പറയാൻ പോകുക. ഈ പ്രസംഗം ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ജീവിതത്തിനകത്ത് ദൈവമുണ്ടോ എന്ന് ചോദിച്ചിരിക്കുന്ന ചിലർ ഈ ശബ്ദപരിധിക്കുള്ളിൽ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്നു. അവരോട് കർത്താവിന്റെ സ്നേഹത്തിൽ ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, നീ വിളിക്കുന്ന ദൈവം നിന്റെ വായിൽ നിന്ന് അബ്ബാ എന്ന് കേൾക്കുവാൻ അവൻ കൊതിച്ചു കൊണ്ടിരിക്കുകയാണ്. എത്ര പേർക്ക് അത് മനസ്സിലായി എന്ന് എനിക്കറിയത്തില്ല. ഈ പന്തലിനകത്ത് വന്നിരിക്കുന്ന ചിലര് ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുമ്പോൾ തന്നെ ആ ദൈവത്തെ അബ്ബാ എന്ന് പോലും വിളിക്കാൻ കഴിയാതെ ഏതോ വിശ്വാസത്തിന്റെ അകത്ത് മാത്രം ഒതുങ്ങി നിന്നുകൊണ്ട് ഏതൊക്കെയോ പ്രമാണത്തിന്റെ പുറകെ പോകുമ്പോൾ, ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്നത് ഒരു മതമല്ല. മനുഷ്യനെ സ്നേഹിച്ച ദൈവം മനുഷ്യനിൽ നിന്നൊരു വിളി കേൾക്കാൻ അപ്പാ എന്നുള്ള വിളി കേൾക്കാൻ ഇന്ന് രാത്രി സ്വർഗം ആഗ്രഹിച്ചു കൊണ്ടിരിക്കുക. എന്നെ കേൾക്കുന്ന ഈ സത്യം അറിയണം. ഞാനും നിങ്ങളും ഇവിടെ ഇരുന്ന് ഈ ദൈവവചനം കേൾക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം കൊതുക്കിയാണ് ചിലരുടെ വായിൽ നിന്ന് അബ്ബാ എന്നുള്ള വിളി കേൾക്കാൻ. കരമുയർത്തി ഒന്ന് സ്തോത്രം പറയാമോ? എനിക്ക് 2 മക്കളുണ്ട്. മൂത്തവന് 11 വയസ്സ്, രണ്ടാമത്തവന് 6 വയസ്സ്. ഈ കുഞ്ഞ് ജനിച്ച് ഇവൻ സംസാരിക്കാനൊക്കെ തുടങ്ങിയ സമയത്ത് ഇവൻ ഇങ്ങനെ ചെറുതായി ചില വാക്കുകളൊക്കെ ഉപയോഗിച്ച് അമ്മ അമ്മ എന്നൊക്കെ അറിയാലോ, നമ്മുടെ കുഞ്ഞുങ്ങൾ വാക്കുകളുണ്ട്. പക്ഷെ എന്റെ ഹൃദയം ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ഒരു ദിവസം ഏതാണെന്നറിയാമോ? അവൻ എന്നെ അപ്പാ എന്ന് അവന്റെ നാവ് കൊണ്ട് വിളിച്ചപ്പോൾ സ്തോത്രം എന്താ സംഭവിച്ചെന്നറിയാമോ? എന്റെ ഹൃദയം ആനന്ദിക്കുകയായിരുന്നു. കാരണം അവന് നന്നായിട്ട് അറിയാം. പക്ഷെ അവന്റെ അധരത്തിൽ നിന്ന് അപ്പാ എന്നുള്ള വിളി കേട്ടപ്പോൾ ഏറ്റവും അധികം സന്തോഷിച്ചത് വേറെ ആരുടെ അപ്പനല്ല, അവന്റെ സ്വന്തം അപ്പനായ ഞാൻ ഹൃദയം കൊണ്ട് സന്തോഷിച്ചെങ്കിൽ ഇന്ന് രാത്രി മാനവരാശിയുടെ വായു
അപ്പ എന്ന് വിളി കേൾക്കാൻ കൊതിക്കുന്ന ഒരു ദൈവം ഈ പന്തലിനകത്ത് വന്നിട്ടുണ്ട്. അവൻ നിന്നപ്പെടുന്നത് ദൈവമേ എന്ന് വിളിക്കുന്നതോടൊപ്പം തന്നെ അപ്പ എന്നുള്ള ഒരു പദം ഇന്ന് രാത്രി നിനക്ക് നൽകാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവരൊന്ന് കർത്താവിനെ ഒന്ന് സ്വോത്രം പറഞ്ഞാട്ട്. എന്തായാലും എന്റെ മോൻ എന്നെ ദൈവമേ എന്നൊന്നും വിളിക്കത്തില്ല, പക്ഷേ അപ്പ എന്നുള്ള വിളി ഞാൻ ഇപ്പോഴും ഏറ്റവും കൂടുതൽ എന്റെ മോൻ അപ്പ എന്ന് തന്നെയാണ് വിളിക്കുന്നത്. പപ്പ ഡാഡി ഒന്നൊന്നുമില്ല. ഞങ്ങള് അന്ന് മുതൽ പറഞ്ഞ അപ്പ അമ്മ ഇതല്ലാതെ വേറെ ഒന്നും വിളിക്കണ്ട. കാരണം ഈ അപ്പ വിളിക്കകത്ത് ഭയങ്കര ആഴമായ ഒരു സ്നേഹമുണ്ട്. ഞാൻ വിളിച്ചു പറയട്ടെ, സമയത്തിന്റെ പരിമിതി എന്റെ മുമ്പിൽ ഉണ്ടെന്നറിയാം. ഈ സർവശക്തനായ ദൈവം എന്റെ വായിൽ നിന്ന് അവനെ അപ്പ എന്ന് അവൻ കൊതിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ അപ്പനെ നിങ്ങൾ അപ്പ എന്ന് വിളിച്ചു കാണും, പക്ഷെ സ്വർഗത്തിലെ ദൈവം കൊതിക്കുകയാണ് എന്റെ വായിൽ നിന്ന് അപ്പ എന്നുള്ള വിളി. കാരണം അവൻ എനിക്ക് ദൈവം മാത്രമല്ല, അവൻ എനിക്ക് പിതാവാണ്. കരങ്ങൾ ഉയർത്തിപ്പിടിച്ചൊന്ന് സ്തോത്രം പറയാമോ? ഞാൻ ഇവിടെ ഇരിക്കുന്ന ചിലരൊക്കെ അവൻ ഈ വചനം കേട്ട് എന്താണ് ഈ പാസ്റ്റർ പ്രസംഗിക്കുന്നതെന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. മനുഷ്യനെ ഇത്രമാത്രം സ്നേഹിച്ച ദൈവം, ബന്ധത്തിന്റെ കഥ പറയുന്ന വേദപുസ്തകം, മൂന്നാമത് ഒരപ്പന്റെ സ്നേഹത്തിന്റെ കഥ പറയുമ്പോൾ അപ്പൻ മനുഷ്യനോട് പറയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഇവിടെ യേശു പറയുന്ന ഉപമയ്ക്കകത്ത് അപ്പ എന്നുള്ള വാക്ക് പരിശുദ്ധാത്മാവിനാൽ ലൂക്കോസ് എഴുതി വെക്കുകയാണ്. ഇനി വേഗത്തിൽ ഒന്ന് രണ്ട് കാര്യം കൂടെ പറഞ്ഞിട്ട് നാം വായിച്ച കുറിവാക്യത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. പാസ്റ്ററെ, താഴോട്ടുള്ള വാക്യങ്ങളൊന്ന് വായിച്ച് സഹായിക്കണം. 15-ാം അധ്യായം അതിന്റെ 13 മുതലുള്ള 12-ന്റെ രണ്ടാമത്തെ ഭാഗം കൂടെ ഒന്ന് വായിച്ച് സഹായിച്ചാൽ. 15-ന്റെ 12-ാമത്തെ വാക്യം. അവരിൽ ഇളയവൻ അപ്പനോട്, അപ്പ വസ്തുവിൽ എനിക്ക് വരേണ്ടുന്ന പങ്ക് തരണമേ എന്ന് പറഞ്ഞു. അവൻ അവർക്ക് മുതൽ പകുത്തു കൊടുത്തു. നിങ്ങൾ നോക്കിക്കേ, യേശു ഈ ഉപമ പറയുമ്പോൾ അടുത്തത് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ അപ്പനോട് മകൻ ചോദിക്കുന്ന അവന്റെ അവകാശത്തെ കുറിച്ചാ. അല്ലേ? ആണോ? വിശ്വസിക്കുന്ന ബൈബിൾ വിശ്വസിക്കുന്നവർ ഇതിനകത്തുണ്ടല്ലോ. എന്തോ അതിനകത്ത് എഴുതിയിരിക്കുന്നത് ഒന്ന് പറഞ്ഞേ. അപ്പനിൽ നിന്ന് ഇവന് ലഭിക്കേണ്ട അവകാശം. അല്ലേ? ഒന്ന് സ്വതന്ത്രം പറയാൻ പറ്റുമോ? അവകാശം എന്ന് പറഞ്ഞാൽ യേശു ഈ ഉപമ അവിടെ പറയുമ്പോൾ പിതാവിന്റെ അവകാശത്തെ കുറിച്ചുള്ള ഒരു വെളിപ്പാട് ഈ വാക്യത്തിനകത്ത് മറിഞ്ഞു കിടക്കുക. എന്ന് പറഞ്ഞാൽ ഇവിടെ എഴുതിയിരിക്കുന്നത് മുതലെന്നാണ്. എന്ന് പറഞ്ഞാൽ പിതാവായ ദൈവം മനുഷ്യന് വേണ്ടി കൊടുക്കാൻ പോകുന്ന അവകാശത്തിന്റെ ഒരു വിവരണമാണ് ഈ ഉപമയ്ക്കകത്ത് മറഞ്ഞു കിടക്കുന്നത്. ഒന്ന് സ്വതന്ത്രം പറയാമോ? ദൈവമക്കളെ, ഇന്ന് രാത്രി ഞാൻ അപ്പന്റെ കഥയും പറഞ്ഞ് അബ്ബ എന്ന് വിളിക്കാനുള്ള പിതാവിന്റെ അവകാശം, പിതാവിനെ അബ്ബ എന്ന് വിളിക്കാനുള്ള ആ ശ്രേഷ്ഠകരമായ പദവി പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടെ വേദപുസ്തകം പറയുന്നു. എനിക്കും നിങ്ങൾക്കും അവകാശം നൽകുന്ന ഒരു ദൈവം. ഒന്ന് നന്നായി സ്തോത്രം പറയണേ. അതുകൊണ്ടാണ് റോമാലേഖനം എഴുതി വന്നപ്പോൾ ലേഖനങ്ങളിലൂടെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തി െങ്കിലോ ബാക്കി പറ, അവകാശികളും ക്രിസ്തുവിൽ കൂട്ടവകാശികളും. ദൈവത്തെ അബ്ബ എന്ന് വിളിക്കാനുള്ള പദവി മാത്രമല്ല, അവൻ എനിക്ക് പിതാവായി ഇരിക്കുന്ന അവസ്ഥ മാത്രമല്ല, അതിലുപരിയായി അവൻ എനിക്ക് നൽകാൻ പോകുന്ന ഒരു അവകാശമുണ്ട്. ഇന്ന് രാത്രി അവകാശം പ്രാപിച്ച സകല ദൈവമക്കളും ദൈവത്തെ ഒന്ന്, നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് ഒരു അവകാശവും പ്രാപിച്ചിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. വേദപുസ്തകം പറയുന്നു, മക്കളെങ്കിലോ, എല്ലാവരും ഒന്ന് പറഞ്ഞേ, അവകാശികളും ക്രിസ്തുവിൽ നമ്മൾ ആരാണ്? കൂട്ടവകാശികൾ. എന്ന് പറഞ്ഞാൽ യേശു ഈ ഉപമ പറയുമ്പോൾ വ്യക്തമായി അതിനകത്ത് പറയുകയാണ് പിതാവിന്റെ അവകാശം. എല്ലാവരും ഒന്ന് പറഞ്ഞേ, പിതാവിന്റെ അവകാശം. അങ്ങനെയാണെങ്കിൽ ഞാനൊരു ദൂത് പറയട്ടെ. അവന് എനിക്ക് നൽകിയിരിക്കുന്ന അവകാശങ്ങൾ കൈവശമാക്കാൻ കഴിയാതെ ഞാനും നിങ്ങളും അവകാശം എന്താന്ന് തിരിച്ചറിയാതെ പോകുന്നെങ്കിൽ, ഞാൻ ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ഒരു കാര്യം, അവൻ എനിക്ക് പിതാവാണെങ്കിൽ പിതാവിന്റെ അവകാശം എനിക്ക് ഈ ഭൂമിയിൽ അവൻ നൽകിയിട്ടുണ്ട്.
കരമുയർത്തി ഒന്ന് സ്തോത്രം പറ. അങ്ങനാണെങ്കിൽ ദൈവജനം ഒരുമിച്ച് പറഞ്ഞാട്ട്, സൗഖ്യം എന്റെ അവകാശമാണ്, വിടുതൽ എന്റെ അവകാശമാണ്, രോഗസൗഖ്യം എന്റെ അവകാശമാണ്. ഞാൻ വിശ്വസിക്കുന്നു ഈ അവകാശത്തെ തിരിച്ചറിയാതെ പോകുന്നതാണ് ഒരു ദൈവ പൈതലിന്റെ പരാജയം. നമ്മൾ ഒരുമിച്ച് ഈ പന്തലിനകത്ത് ഇരിക്കുമ്പോൾ ഈ അവകാശം തിരിച്ചറിയാതെ പോയാൽ, വേദപുസ്തകത്തിന്റെ ഭാഷയിൽ പറയാ, ശിശുക്കൾ എന്നാണ് പറയുന്നത്. യജമാനൻ സർവത്തിനും അല്ലെ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ദൈവം തന്നിരിക്കുന്ന അവകാശങ്ങളെ കുറിച്ചുള്ള കൃത്യമായ ബോധ്യമില്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും നാം ദൈവസന്നിധി വന്നിരുന്നിട്ട് എന്താണ് യാചിക്കുന്നത്. ഞാൻ ഇന്ന് രാത്രി പ്രസംഗിക്കുന്ന എന്റെ ദൈവത്തിന്റെ മുമ്പിൽ കേവലം യാചിക്കുക മാത്രമല്ല ചെയ്യുന്നത്, അവന്റെ മുമ്പിൽ അവകാശത്തോടെ ചിലത് സംസാരിപ്പാനുള്ള അവകാശം ഇന്ന് രാത്രി ദൈവം നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. വിശ്വസിക്കുന്നവരൊന്ന് കരമുയർത്തി സ്തോത്രം പറഞ്ഞേ. പ്രിയപ്പെട്ടവരെ, ദൈവം തന്നിരിക്കുന്ന അവകാശത്തെ കുറിച്ച് ഞാനും നിങ്ങളും തിരിച്ചറിയണം. ആമേൻ പറയാമോ? ഞാനൊരു കാര്യം ചോദിച്ചുകൊള്ളട്ടെ. കർത്താവ് നമുക്ക് അവകാശം തന്നിട്ടുണ്ടെങ്കിൽ, ആ അവകാശത്തിന്റെ ഓഹരിയായി ദൈവം എന്നെ മാറ്റിയിട്ടുണ്ടെങ്കിൽ, ഇവിടുന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ ഒന്നുമില്ലാത്തവനായിട്ടല്ല പോകുന്നത്. ഞാൻ ചിലത് അവകാശമാക്കിയിട്ടേ പോകത്തുള്ളൂ. ഒന്ന് സ്തോത്രം പറയണം. അവിടെ ഇരിക്കുന്ന മൗനമായിരിക്കുന്ന ഓരോരുത്തരോടും പരിശുദ്ധാത്മാവിൽ പറയുക, നീ ആര് പറഞ്ഞു നീ ഒരു ശൂന്യനാണെന്ന്? ഞാൻ പറയട്ടെ, ഒരു 5 സെന്റ് വസ്തു പോലും ഇല്ലാതെ വാടക കെട്ടിടത്തിൽ താമസിക്കുന്ന ഞങ്ങളോടാണ് പാസ്റ്റർ പറയുന്നത് അവകാശമുണ്ടെന്ന്. ഞാൻ പറയുന്നു, ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രസംഗിക്കുന്ന യേശു ആരാന്നറിയാമോ? അവൻ കേവലം പിതാവേ എന്ന് വിളിക്കാനുള്ള അധികാരം മാത്രമല്ല കൊടുത്തത്, തന്റെ മക്കൾക്ക് കൊടുക്കുന്ന ചില അവകാശങ്ങളുണ്ട്. അത് മേടിച്ചു ഈ രാത്രി ഇവിടെ നിന്ന് ഭവനത്തിലേക്ക് പോകാവൂ. കരമുയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്ട് സ്തോത്രം. അന്നേരം അവകാശത്തിന്റെ കഥ പറയുകയാണ്. ഇനി അടുത്ത ഭാഗം കൂടെ പറഞ്ഞിട്ട് അവൻ ഈ സന്ദേശ വേഗത്തിൽ ഞാൻ അവസാനിപ്പിക്കാൻ പോകുക. ഇനി അടുത്ത വാക്യം ഒന്ന് വായിച്ചാൽ നമുക്ക് അതിനകത്ത് കാണുന്നത്, അവൻ അവർക്ക് മുതൽ എന്ത് ചെയ്തു? പകുത്തു കൊടുത്തു. ശ്രദ്ധിച്ചു കേൾക്കണേ. യേശുവിടെ പറയുമ്പോൾ സാധാരണ ഈ വാക്യങ്ങൾ വായിച്ച് സാധാരണ എല്ലാവരും പ്രസംഗിക്കുന്ന ഒരു പ്രസംഗമുണ്ട്, മുടിയനായ പുത്രൻ. വാസ്തവത്തിൽ ഈ 15-ാം അധ്യായം എന്ന് പറയുന്നത് മുടിയനായ പുത്രന്റെ കഥയല്ല. പിന്നെ എന്നാ കഥയാണെന്നറിയാമോ? സ്നേഹിക്കുന്ന ഒരു പിതാവിന്റെ കഥയാണ് ഈ പുസ്തകത്തിനകത്ത് പറയുന്നത്. എന്ന് പറഞ്ഞാൽ പകുത്തു കൊടുത്തു എന്ന് പറഞ്ഞാൽ, മനുഷ്യന് ദൈവം കൊടുത്ത അവകാശങ്ങളെ കുറിച്ചുള്ള ബോധ്യം അവനും നഷ്ടപ്പെട്ടപ്പോൾ പുതിയ നിയമത്തിൽ സുവിശേഷത്തിനകത്ത് യേശു ഈ സത്യം പറഞ്ഞു കൊടുക്കുമ്പോൾ സർവ ചരാചരത്തോടും പറയുകയാണ്, അവകാശം പറയുക മാത്രമല്ല, അവകാശം കൊടുക്കാൻ റെഡിയായിട്ട് നിൽക്കുന്ന ഒരു സർവശക്തനായ ദൈവം. കരങ്ങൾ ഉയർത്തിപ്പിടിച്ചൊന്ന് സ്തോത്രം പറയാമോ? ആ അവകാശത്തിന്റെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട്, ആ കുറിവാക്യത്തിലെ ഒരു കാര്യം കൂടെ മാത്രം പറഞ്ഞ് ഞാൻ ഈ സന്ദേശം അവസാനിപ്പിക്കാൻ പോകുകയാണ്. എന്താണ് നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ അവകാശം? യേശു ഈ ഭൂമിയിൽ പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്, നിങ്ങൾ ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ എന്തോ ഉണ്ട്, അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോയാൽ നിങ്ങൾക്ക് വേണ്ടി എന്തോ ചെയ്യാണ്, സ്ഥലം ഒരുക്കി കഴിഞ്ഞാൽ നിങ്ങളെ എന്റെ അടുത്ത് ചേർത്ത് കൊള്ളുമെന്ന് യേശു വിളിച്ചു പറഞ്ഞെങ്കിൽ ഞാൻ പറയാ, അവൻ നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ അവകാശം നിത്യമായ രക്ഷയുടെ പദ്ധതിയാണെങ്കിൽ അതിനോട് ഞാൻ ചേർത്ത് പറയട്ടെ, നിങ്ങൾക്ക് സ്വർഗത്തിൽ ഒരു ഭവനമുണ്ട്. ആ ഭവനം എന്ന അവകാശത്തിലേക്ക് ഇന്ന് രാത്രി പ്രവേശിപ്പാൻ സ്വർഗം ചിലരോട് ആവശ്യപ്പെടുകയാണ്. കരങ്ങൾ ഉയർത്തിയെന്ന് ദൈവത്തെ സ്തോത്രം പറഞ്ഞാട്ട്. ശരിക്കും പറഞ്ഞാൽ വസ്തുവും വീടും നഷ്ടപ്പെട്ടു പോയ ഉൽപ്പത്തിയിലെ ഒരു കഥ യേശു പറയുമ്പോൾ എന്താ പറഞ്ഞത് കേൾക്കണോ? യേശു ഉപമ പറഞ്ഞപ്പോൾ പകുത്തു കൊടുക്കാൻ റെഡിയായി നിൽക്കുന്ന സ്നേഹവാനായ പിതാവിന്റെ കഥ. എന്നാൽ നിങ്ങൾ കേൾക്കണേ, താഴോട്ട് വായിച്ചു വരുമ്പോൾ എന്താണ് അവിടെ സംഭവിച്ചതെന്ന് കേൾക്കണോ? ഈ അവകാശം മേടിച്ചു കൊണ്ടുപോയ ഈ പുത്രൻ എന്ത് ചെയ്തു എന്നറിയാമോ? പാപം ചെയ്ത് ആ പിതാവിന്റെ ഭവനത്തിൽ നിന്ന് എന്ത് ചെയ്തു? അവൻ അകന്നുപോയി. പിതാവിൽ നിന്ന് അവൻ അകന്നുപോയി. ശ്രദ്ധിച്ച് കേൾക്കണേ, എന്റെ വിഷയത്തിലേക്ക് വേഗത്തിൽ വന്ന് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുക. എന്നാൽ ഈ സ്നേഹവാനായ പിതാവ് പുത്രന് സകലവും പകുത്തു കൊടുത്ത് അവനെ സ്വാതന്ത്ര്യത്തോടെ വിട്ടയക്കുമ്പോൾ എന്താ സംഭവിച്ചതെന്നറിയാമോ? അവൻ ആ ഭവനം വിട്ട്
അപ്പന്റെ അവകാശവും മേടിച്ച് അവൻ ലോകത്തേക്ക് പോയി. എന്താ സംഭവിച്ചതെന്നറിയാമോ? പിന്നത്തേതിൽ അവന്റെ ജീവിതം തകർന്നു. ആ ഭാഗങ്ങൾ ഞാൻ വിവരിക്കുന്നില്ല. പിന്നെ സംഭവിച്ചത്, എന്നേക്കുമായി അവൻ പിതാവിൽ നിന്ന് അകന്ന്, പിതാവിന്റെ ഭവനത്തിൽ നിന്ന് അകന്നുപോയി. അങ്ങനെ അകന്നുപോയ മനുഷ്യനെ തേടി ഈ ഭൂമിയിലേക്ക് യേശു ഇറങ്ങി വന്നു. ഇന്ന് രാത്രി എന്റെ സന്ദേശം അവസാനിപ്പിക്കാൻ പോകുക. എന്തിനാണ് ഈ സുവിശേഷ മഹായോഗം ഇവിടെ ക്രമീകരിച്ചത്? ഞാൻ പറയട്ടെ, ഞാൻ പ്രസംഗിച്ച എല്ലാ ഭാഗങ്ങളും ഒന്ന് എല്ലാവർക്കും അതിന്റെ പൂർണ്ണ അളവിൽ മനസ്സിലായില്ലെങ്കിലും ഞാൻ പറയാം. ഭവനം നഷ്ടപ്പെട്ട്, ബന്ധം നഷ്ടപ്പെട്ട്, എന്നേക്കുമായി അകന്നു പോയ മനുഷ്യനെ ചേർത്ത് പിടിക്കാൻ ഈ താണ ലോകത്തേക്ക് യേശു ഇറങ്ങി വന്നു. ഒന്ന് കരമുയർത്തി ഒന്ന് സ്വോത്രം പറയാമോ? പെന്തക്കോസുകാർ ഇത് കേട്ടോണ. എന്തിനാ മാമേ ഈ മീറ്റിംഗ് ഇവിടെ ക്രമീകരിച്ചത്? ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെ അവന്റെ ഭവനത്തിലേക്ക് തിരിച്ചു പിടിക്കാൻ വേണ്ടി ഈ മാനവരാശിക്ക് വേണ്ടി ഇത്രമാത്രം സ്നേഹം കാണിച്ച സർവശക്തനായ ദൈവത്തിന്റെ സ്നേഹം എത്രമാത്രം വലുതാണ്. കരങ്ങൾ ഉയർത്തി ഒന്ന് സ്വോത്രം പറയാമോ ദൈവമക്കളെ?